Good morning, all. Welcome back to another session of Theory of Structures. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എസ് എഫ് ഡി ബി എം ഡിയെ കുറിച്ച് ഓൾമോസ്റ്റ് 6 സെഷൻസിലായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സോടെ നമ്മൾ എസ് എഫ് ഡി ബി എം ഡി എന്നുള്ള പോർഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ട് പ്രോബ്ലംസ് ആണ്. രണ്ട് പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ഓവർ ഹാങ്ങിങ് ബീംസ് ആയിരിക്കും. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്യാത്ത രണ്ട് പുതിയ ടേംസ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഒന്ന് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ, രണ്ടാമത്തത് മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരുന്ന പോയിന്റ്സ്. സാധാരണ നമുക്കെല്ലാം വെൽ ഡിഫൈൻഡ് പോയിന്റ്സ് ആണ്. നമ്മൾ വരയ്ക്കുമ്പോൾ തന്നെ നമ്മൾ എടുക്കുന്ന പോയിന്റ്സ് വെച്ച് തന്നെ നമുക്ക് മാക്സിമം ബെൻഡിങ് മൊമെന്റ് കിട്ടുമായിരുന്നു. അതല്ലാത്ത കേസസ് വരുമ്പോൾ എങ്ങനെയാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് കിട്ടുക എന്ന് നമ്മൾ പ്രോബ്ലത്തിൽ കൂടെ കാണാം. അതുപോലെ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ എങ്ങനെയാണ്, അതെങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്യുക എന്നും കൂടെ നമ്മൾ ഇന്ന് ഈ രണ്ട് പ്രോബ്ലം ചെയ്യുന്നതിന് കൂടെ ഡിസ്കസ് ചെയ്യും. വിത്ത് ദാറ്റ് വി വിൽ എൻഡ് ദിസ് പോർഷൻ ഓഫ് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ്. നമ്മുടെ മൊഡ്യൂൾ 3ന്റെ ഒരു മേജർ പോർഷൻ നമ്മൾ ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യും. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് പ്രോബ്ലം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം. ഒരു ഓവർ ഹാങ്ങിങ് ബീംസ് ഉണ്ട് എ ബി സി. ആ എ ബി സിന്റെ എയും ബിയും സിംപ്ലി സപ്പോർട്ടഡ് ആണ്. അതിന്റെ അപ്പുറത്ത് ഒരു എക്സ്റ്റൻഡഡ് പോർഷൻ ഉണ്ട്. ഇപ്പൊ എ ബി എന്ന് പറഞ്ഞാൽ 4 മീറ്റർ ആണ്, ബി സി എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ആണ്. അതിന്റെ ലോഡിങ് തന്നിട്ടുണ്ട്. സോ ഇതിന്റെ ക്വസ്റ്റ്യന്റെ ഒന്നാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ എസ് എഫ് ഡി ബി എം ഡി വരയ്ക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ പാർട്ട് ലൊക്കേറ്റ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ. സോ ആ സമയത്ത് നമ്മൾ എന്താണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ എന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ആൻഡ് യു ഹാവ് ടു ഫൈൻഡ് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് അറ്റ് ഡിഫറെന്റ് പോർഷൻസ്. എന്നിട്ട് നമ്മൾ ആ ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കും. എന്നിട്ട് അതിനകത്ത് നിന്ന് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ ലൊക്കേറ്റ് ചെയ്യും. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. വേറെ വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് അത് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇമ്പോർട്ട് ചെയ്യും. അല്ലാത്തത് ഇപ്പം ഒരു സെക്ഷൻ എടുത്ത് ഷിയർ ഫോഴ്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസ് ഒക്കെ ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് പറയാതെ ആയിരിക്കും ഈ ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ. നിങ്ങൾ തന്നെ ചെയ്തു നോക്കുക. യു വിൽ ഗെറ്റ് ടു ഫെമിലറൈസ് സോൾവിങ് ദീസ് കൈൻഡ് ഓഫ് പ്രോബ്ലംസ്. ദാറ്റ്സ് ഇറ്റ്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ സൊല്യൂഷൻ. ആദ്യം ഈ ലോഡിങ് വെച്ച് നമ്മൾ ബീം വരയ്ക്കുന്നു അല്ലേ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ലോഡിങ് വെച്ച് ബീം വരയ്ക്കാണ്. ഈ ബീമിന്റെ ലോഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 20 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ യു ഡി എൽ ഉണ്ട്. അതിന്റെ അറ്റത്ത് ഒരു 40 കിലോ ന്യൂട്ടൺ പോയിന്റ് ലോഡ് ഉണ്ട്. അതുപോലെ ഫ്രീ എൻഡിൽ 20 കിലോ ന്യൂട്ടൺ പോയിന്റ് ലോഡ് ഉണ്ട്. ഇങ്ങനെ 3 ലോഡ് കേസസ് ആണ് ഇതിലുള്ളത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് അഗെയിൻ സംതിങ് ലൈക്ക് എ സിംപ്ലി സപ്പോർട്ട്. ഏത് സൈഡിൽ നിന്ന് സെക്ഷൻ എടുത്താലും നമുക്ക് റിയാക്ഷൻ വേണം അല്ലേ. സോ വി ഹാവ് ടു ഫൈൻഡ് ദ റിയാക്ഷൻസ്. സോ റിയാക്ഷന്റെ സ്റ്റെപ്സ് ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. രണ്ട് കണ്ടീഷൻ നമ്മൾ ഉപയോഗിക്കും. സിഗ്മ വി ഇസ് ഈക്വൽ ടു 0, സിഗ്മ എം ബി ഇസ് ഈക്വൽ ടു 0. രണ്ട് കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ആർ ഐ ഇസ് ഈക്വൽ ടു 45 കിലോ ന്യൂട്ടൺ, ആർ ബി ഇസ് ഈക്വൽ ടു 55 കിലോ ന്യൂട്ടൺ. സോ റിയാക്ഷൻസ് കിട്ടും. സോ ഇവിടെ ഒരു വ്യത്യാസം വരാൻ സാധ്യത ജസ്റ്റ് ഈ ഒരു മൊമെന്റ് മാത്രം. സാധാരണ നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് ആക്ട് ചെയ്യുന്ന മൊമെന്റ് എല്ലാം ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് ബിയിലോട്ട് വരിക. ഇവിടെ ഈ മൊമെന്റ് ക്ലോക്ക് വൈസ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ പ്ലസ് സൈൻ വന്നത്. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. റെസ്റ്റ് എവറിത്തിങ് ഈസ് സെയിം. ഇങ്ങനത്തെ പ്രോബ്ലംസ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ സോൾവ് ചെയ്താണ്. സോ ഐ എം നോട്ട് ഡിസ്കസിങ് ഫർദർ. സോ ആർ ഐ എന്ന് പറഞ്ഞാൽ 45 കിലോ ന്യൂട്ടൺ നമുക്ക് കിട്ടി. ആർ ബി എന്ന് പറഞ്ഞാൽ 55 കിലോ ന്യൂട്ടൺ നമുക്ക് കിട്ടി. സോ ലെസ് സ്റ്റെപ്പ് ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കുക അല്ലേ. സോ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ഇതിനെ സെക്ഷൻസ് ആയിട്ട് തിരിക്കണം അല്ലേ. ഇവിടെ എ ഡി എന്ന് പറഞ്ഞ പാർട്ടുണ്ട്, ഡി ബി ഡി എന്ന് പറഞ്ഞ പാർട്ടുണ്ട്, ബി സി എന്ന് പറഞ്ഞ പാർട്ടുണ്ട്. ഇങ്ങനെ 3 പാർട്ടായിട്ട് നമ്മൾ ഈ ഒരു ബീമിനെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഓരോ സെക്ഷനിലെയും ഷിയർ ഫോഴ്സ് കണ്ടുപിടിച്ച് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാം. യൂഷ്വൽ പ്രൊസീജിയർ തന്നെ. സോ ലെറ്റ്സ് ടേക്ക് സെക്ഷൻ എ ഡി. സോ സെക്ഷൻ എ ഡി എടുക്കുന്നു. സെക്ഷൻ എ ഡി എന്ന് പറഞ്ഞാൽ എന്റെ ഡിന്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ഈ സെക്ഷൻ 1 എന്ന് പറയുന്ന സെക്ഷൻ ഉള്ളത്. ആ 1 എന്ന് പറയുന്ന സെക്ഷനിലോട്ട് ഡിസ്റ്റൻസ് ആണ് എക്സ്. നമുക്കറിയാം, വി യൂഷ്വലി ഡു ലൈക്ക് ദിസ് ഓൺലി അല്ലെ. എ ഡി എടുത്തു, സെക്ഷൻ എടുത്തു, ആ സെക്ഷനിലോട്ടുള്ള ഡിസ്റ്റൻസ് എക്സ്. സോ ഈ 1 എന്ന് പറയുന്ന സെക്ഷൻ എന്റെ ഡിന്റെ ഇടയ്ക്ക് മാത്രമാണെന്ന് നമുക്കറിയാം. സോ ലെറ്റ് സ്റ്റാർട്ട് ടു ഫൈൻഡ് ദ ഷിയർ ഫോഴ്സ് അറ്റ് സെക്ഷൻ 1 അല്ലെ. സെക്ഷൻ 1ലുള്ള ഷിയർ ഫോഴ്സ്, അതായത് എക്സ് ഡിസ്റ്റൻസിലുള്ള ഷിയർ ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കാം. ഷിയർ ഫോഴ്സ് അറ്റ് എക്സ് എന്താ? ഇവിടെ ഒരു 45 ലോഡ് ഉണ്ട്, ഇവിടെ 20 ലോഡ് ഉണ്ട് ആക്ടിങ് അറ്റ് എക്സ്. സോ 20 into എക്സ് താഴോട്ട്, 45 മേലോട്ട്, 45 മൈനസ് 20 എക്സ് അല്ലെ. സോ 45 മൈനസ് 20 എക്സ് ആണ് ഈ സെക്ഷനിലെ ഷിയർ ഫോഴ്സ്. ഇനി ഇതിന്റെ ഡയറക്ഷൻ വേണം. എങ്ങനെ ഡയറക്ഷൻ കിട്ടുക? നമ്മൾ ഇത് മൂവിങ് അപ്പ് ആണോ മൂവിങ് ഡൗൺ ആണോ എന്ന് കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്യണം? മേലോട്ടാണോ താഴോട്ടാണോ കൂടുതൽ ഫോഴ്സ് എന്ന് വേണ്ടേ. ഇപ്പൊ 45 മൈനസ് 20 എക്സ്, 20 എക്സ് എന്നാണ് നമുക്ക് പറയാൻ പറ്റില്ല. എക്സിന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് അതിന് വ്യത്യാസം വരും അല്ലെ. സോ നമുക്ക് നോക്കാം. ഈ ഒരു സ്പാൻ എടുത്താൽ ഇതിന്റെ മാക്സിമം എക്സിന് വരാൻ ചാൻസ് ഉള്ള വാല്യൂ എത്രയാ? 2 മീറ്റർ ആണ് അല്ലെ. എക്സ് അറ്റ് ഡി ആവുമ്പോൾ 2 മീറ്റർ ആവും. സോ മാക്സിമം ഷിയർ ഫോഴ്സ് വരാൻ സാധ്യത 45 മൈനസ് 40 ആണ് അല്ലെ. 45 മൈനസ് 40 എന്ന് പറഞ്ഞാൽ 5 കിലോ ന്യൂട്ടൺ അപ്വേർഡ്സ്. സോ ഈ ഒരു സ്പാനിൽ ഏതൊരു കേസ് എടുത്താലും ഇവിടുത്തെ റിസൾട്ടിന്റെ ഷിയർ എന്ന് പറയുന്നത് മുകളിലോട്ട് ആക്ട് ചെയ്യുന്നത്. സോ മുകളിലോട്ട് ആക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും?
ഓട്ടോമാറ്റിക് ആയിട്ട് എ ഡി ഈസ് ഗോയിങ് അപ്പ്, അതായത് ലെഫ്റ്റ് പോർഷൻ മൂവ്സ് അപ്പ്, റൈറ്റ് പോർഷൻ ഗോസ് ഡൗൺ, റൈറ്റ് ഡൗൺ ഈസ് പോസിറ്റീവ് ഷിയർ. ഇത് നമുക്കറിയാം അല്ലേ? സോ ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതി, അതിന്റെ സൈൻ നമ്മൾ എഴുതി. ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് വേണ്ട പോയിന്റ്സിലെ ഷിയർ ഫോഴ്സും വാല്യൂസ് കണ്ടുപിടിക്കണം. ഒന്നാമത്തെ പോയിന്റ് എ. പോയിന്റ് എ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ഇസ് ഈക്വൽ ടു 0. വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0, ഈ എക്സിന് പകരം 0 കൊടുക്കുക. വാട്ട് യു ഗെറ്റ്? 45 അല്ലെ? ഇവിടെ ഈ ടേം പോകും, ബാക്കി 45 കിലോമീറ്റർ ആണ് എയിലുള്ള ഷിയർ ഫോഴ്സ്. ഇറ്റ് വിൽ ബി ഈക്വൽ ടു ദിസ് റിയാക്ഷൻ അല്ലെ? ഇങ്ങനെ ഒരു പോയിന്റ് എടുത്താൽ റിയാക്ഷൻ തന്നെ ആയിരിക്കും അവിടുത്തെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. അടുത്ത ഷിയർ ഫോഴ്സ് അറ്റ് പോയിന്റ് ഡി. പോയിന്റ് ഡിയിലെ ഷിയർ ഫോഴ്സ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് 2 ഇൻ ദിസ് ഇക്വേഷൻ അല്ലെ? 45 മൈനസ് 20 എക്സിന് പകരം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. യു വിൽ ഗെറ്റ് 20 into 2 40, 45 മൈനസ് 4 നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം 5 കിലോമീറ്ററിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടും. സോ എയിൽ 45 കിലോമീറ്ററിനാണ്, ഡിയിൽ 5 കിലോമീറ്ററിനാണ്. നമുക്ക് പ്ലോട്ട് ചെയ്യാം. സോ അറ്റ് എ ഇറ്റ് ഈസ് 45 കിലോമീറ്റർ, പോസിറ്റീവ് ഷിയർ ആയതുകൊണ്ട് മുകളിലോട്ട്. ഓക്കെ, അറ്റ് ഡി ഇറ്റ് ഈസ് 5 കിലോമീറ്റർ, അഗൈൻ പോസിറ്റീവ് ഷിയർ മുകളിലോട്ട്. ഇത് തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കണം. ഇവിടുത്തെ ലോഡ് ഏതാ നോക്കിക്കേ, യു ഡി എൽ ആണ്. യു ഡി എൽ ആണെങ്കിൽ നമുക്കറിയാം ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എന്നറിയാം. അല്ലെങ്കിൽ ഇക്വേഷൻ നോക്കിയാൽ ഇവിടെ എക്സ് ആണുള്ളത്. എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 1 അല്ലെ? 1 ആണ് പവർ. സോ ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. സോ ജോയിൻ ബൈ എ സ്ട്രെയിറ്റ് ലൈൻ യു വിൽ ഗെറ്റ് ദിസ് പോർഷൻ എസ് എഫ് ഡി. ഈ പോർഷന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രം നമ്മൾ വരച്ചു. നമുക്ക് അടുത്ത പോർഷൻ എടുക്കാം. അടുത്ത ഞാൻ സെക്ഷൻ എടുക്കുന്നത് ബി സി ആണ്. ഓക്കെ, രണ്ടാമത്തെ പോർഷൻ എടുക്കുന്നത് ഞാൻ ബി സി ആണ്. ബി സി എടുത്തു. ബി സിയിൽ ഞാൻ സെക്ഷൻ 2 അസ്യൂം ചെയ്യുന്നു. ഇനി എക്സ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് എടുക്കുന്നത് സി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നാണ്. സോ ഫ്രീ എൻഡിൽ നിന്നാണ് എക്സ് എടുക്കുക. ഇതാണ് 2 മൂവ്സ് ഫ്രം സി ടു ബി. ഓക്കെ, ഈ സി തൊട്ട് ബി വരെയാണ് 2 മൂവ് ചെയ്യുക. ഇതാണ് എന്റെ ഡിസ്റ്റൻസ് എക്സ്. ഓക്കെ ആണല്ലോ? ഈ പോർഷൻ ബി സിന്റെ ഷിയർ ഫോഴ്സ് എന്താ? അറ്റ് ദിസ് സെക്ഷൻ 2 എക്സ് ഡിസ്റ്റൻസിൽ വാട്ട് ഈസ് ദ ഷിയർ ഫോഴ്സ്? ഇങ്ങോട്ട് നോക്കി, ഇവിടെ വെച്ചു, ലെഫ്റ്റ് മറിച്ചു. ഓൺലി ഫോഴ്സ് ഈസ് 20 കിലോമീറ്റർ അല്ലേ? ഈ സൈഡാണ് നമ്മൾ എടുക്കുന്നത്. 20 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. സോ ഷിയർ ഫോഴ്സ് ഈസ് നത്തിങ് ബട്ട് 20 കിലോമീറ്റർ. സോ ഈ ഒരു സെക്ഷൻ ഇവിടെ എവിടെ എടുത്താലും ദർ ഇസ് എ 20 കിലോമീറ്റർ ആക്ടിങ് ഡൗൺവേർഡ്സ് അല്ലേ? ദാറ്റ് മീൻസ് റൈറ്റ് സൈഡ് ഗോസ് ഡൗൺ. റൈറ്റ് സൈഡ്സ് down means it is positive shear. Right side down is positive shear. So shear force at C is nothing but at x is equal to 0. ഇവിടെ എക്സിന് എന്ത് വാല്യൂ ആയാലും വ്യത്യാസം ഒന്നും വരാനില്ല. ഇവിടെ യു ഡി എല്ലോ യു വി എല്ലോ എന്നുള്ള ഒരു പോയിന്റിനോട് മാത്രമേ ഉള്ളൂ. സോ ഷിയർ ഫോഴ്സ് ഈസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദിസ് സ്പാൻ. ദാറ്റ് മീൻസ് അറ്റ് സി ഇറ്റ് ഈസ് 20 കിലോന്യൂട്ടൺ. അറ്റ് ബി ഓൾസോ ഇറ്റ് ഈസ് 20 കിലോന്യൂട്ടൺ. അറ്റ് സിയും അറ്റ് ബിയും ഈ സ്പാനിൽ ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 20 കിലോന്യൂട്ടൺ ആണ്. സോ ലെറ്റ് us substitute here and draw the figure. സോ സി എന്ന് പറഞ്ഞ പോയിന്റിൽ 20 ആണ്, അത് അപ്വേർഡ്സ് ആണ് അല്ലെ? പോസിറ്റീവ് ആയതുകൊണ്ട് മുകളിലോട്ട് നമ്മൾ വരയ്ക്കുന്നു 20. അഗൈൻ ഇവിടെയും 20 ആണ്. സോ യു ക്യാൻ ജോയിൻ ബൈ എ സ്ട്രെയിറ്റ് ഹൊറിസോണ്ടൽ ലൈൻ. സോ ദിസ് ഈസ് യുവർ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഫോർ ദിസ് പോർഷൻ ബി സി. സോ ബി സി വരച്ചു. ഇതിന് ബാക്കിയുള്ളത് എന്താണ്? ബി ഡി ആണ് അല്ലെ? സോ പോർഷൻ ബി ഡി എടുക്കുന്നു. പോർഷൻ ബി ഡി എടുക്കുമ്പോൾ ഞാൻ ഇവിടെയും എക്സ് സി എന്ന് എടുക്കുന്നു. ഇവിടുത്തെ യു ഡി എൽ ഒഴിവാക്കാൻ വേണ്ടി എക്സ് സി എന്ന് എടുക്കുന്നു. എക്സ് ഇസ് ഫ്രം സി ടു ദ സെക്ഷൻ 3 അല്ലെ? ഇനി എക്സ് എടുക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. ഈ 3 എന്ന് പറഞ്ഞ സെക്ഷൻ ബിന്റെയും ഡിന്റെയും ഇടയ്ക്കായിരിക്കും. ഓക്കെ, അത്ര ഓർത്തിരിക്കുക. സോ വാട്ട് ഈസ് ദ ഷിയർ ഫോഴ്സ് നൗ? രണ്ട് ഫോഴ്സ് ഉണ്ട് അല്ലെ? 20 താഴോട്ട്, 55 മേലോട്ട്. സോ 20 മൈനസ് 55 അല്ലെങ്കിൽ 55 മൈനസ് 20 ദാറ്റ് ഈസ് 35 കിലോന്യൂട്ടൺ. ഓക്കെ, സോ 35 കിലോന്യൂട്ടൺ ആണ് അവിടുത്തെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി നോക്കുക, 55 ആണെന്ന് ഞാൻ പോസിറ്റീവ് എടുത്ത് 20 താഴോട്ട്, അതായത് അപ്വേർഡ് ഡയറക്ഷൻ പോസിറ്റീവ് എടുത്തു. എനിക്ക് വന്ന ആൻസർ പോസിറ്റീവ് ആണ്. 55 മൈനസ് 20 35. എന്റെ അർത്ഥം എന്താ? 35 മുകളിലോട്ട് ആക്ട് ചെയ്യുന്നു അല്ലെ? സോ ഈ ഭാഗത്ത് 35 ഈസ് മൂവിങ് അപ്വേർഡ്സ്. റൈറ്റ് സൈഡ് ഈസ് അപ്പ്. റൈറ്റ് അപ്പ് ഈസ് നെഗറ്റീവ്. റൺ അല്ലെ? റൈറ്റ് അപ്പ് ഈസ് നെഗറ്റീവ്. സോ ദ റൈറ്റ് സൈഡ് അപ്പ് യു ഹാവ് നെഗറ്റീവ് ഷിയർ. And at x, ഇനി എക്സ് ബിന്ന് ഡിയിലോട്ട് മൂവ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക അല്ലെ? സോ ഇവിടെ വേറൊരു ഫോഴ്സും ഇല്ല, ആകെ 2 കോൺസെൻട്രേറ്റഡ് ഫോഴ്സ് ഉള്ളൂ. സോ ബി എന്ന് പറഞ്ഞ പോയിന്റിൽ അതെന്താണ്? 55 മൈനസ് 20 ആണ് അല്ലെ? 35 ആണ്. ഇനി ഇവിടെ നിന്ന് ഏതൊരു പോയിന്റ് എടുത്താലും അത് 35 തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. സോ ഇറ്റ് ഈസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദിസ് സ്പാൻ ബി ഡി. സോ 35 കിലോന്യൂട്ടൺ ആണ്. നമ്മൾ ആ 35 കിലോന്യൂട്ടൺ പ്ലോട്ട് ചെയ്തു. ഇവിടെ 35 കിലോന്യൂട്ടൺ പ്ലോട്ട് ചെയ്തു. And this is your shear force diagram. So normal procedure ആണ്. നമ്മൾ shear force diagram വരച്ചു. Next you have to draw bending moment diagram. So bending moment diagram വരയ്ക്കാൻ എന്ത് ചെയ്യണം?
അഗെയിൻ നമ്മൾ അസ്യൂം ചെയ്ത അതേ സെക്ഷൻസ് എടുക്കുന്നു, ആ സെക്ഷൻസിലെ റിസൾട്ടന്റ് ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കണം അല്ലേ, ഒരു സെക്ഷൻ ഒരു സൈഡ് എടുത്തിട്ട്. സോ നമുക്ക് നോക്കാം. പോർഷൻ എ ഡി എടുക്കുന്നു ഞാൻ. പോർഷൻ എ ഡിയിൽ എക്സ് എന്ന് എടുക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലെറ്റ്സ് ഫോർമുലേറ്റ് ആൻ ഇക്വേഷൻ ഫോർ ബെൻഡിങ് മൊമെന്റ് ഇൻ ദിസ് സെക്ഷൻ 1. സോ സെക്ഷൻ 1 എടുത്ത് അവിടുത്തെ ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു 45 ഉണ്ട്, ഒരു 20 എക്സും ഉണ്ട് അല്ലേ. സോ യു നോ ദ ഇക്വേഷൻ 45 എക്സ് this way clockwise and 20 x square by 2 അല്ലേ. 45x minus 20 x square by 2 ആണ് അവിടുത്തെ ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത്. 20x into x by 2, അതാണ് 20x square by 2. സോ 45x minus 20x square by 2 എന്ന് കിട്ടി. now നമുക്ക് സൈലന്റ് പോയിട്ട് ഇത് സാഗിങ് ആണോ ഹോഗിങ് ആണോ എന്ന് അറിയണം അല്ലേ. സോ സാഗിങ് ആണോ ഹോഗിങ് ആണോ എന്ന് അറിയാൻ നോക്കുക. 20x square by 2 അല്ലേ. ഇവിടെ മാക്സിമം വരാൻ പോകുന്ന വാല്യൂ എത്രയാ? 20 into 2 square by 2. 20 into 2 square by 2 എന്ന് പറഞ്ഞാൽ 20 into 2 40 അല്ലേ. 45 into 2 90. 90 minus 40 50 കിലോന്യൂട്ടൺ ആണ് മാക്സിമം വരുന്നത്. ദാറ്റ് ഈസ് ഇൻ ദിസ് ഡയറക്ഷൻ അല്ലേ. ഈ 45 കൊണ്ടുണ്ടാവുന്ന മൊമെന്റിന്റെ അതേ ഡയറക്ഷൻ, അതായത് ദിസ് ഈസ് ഇവിടെ നിങ്ങൾ കൈ വെച്ചിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഗോയിങ് ടു സാഗ് ദിസ് അല്ലേ. മേലോട്ടുള്ള ഒരു വളവാണ് വരാൻ സാധ്യത. ആ മൊമെന്റിന്റെ ഡയറക്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ നമ്മൾ 45 ഇൻറ്റു എക്സ് എന്ന് പറയുന്ന മൊമെന്റ് ഇങ്ങനെയാണ് ആക്ട് ചെയ്യുക അല്ലെ, ഈ ഒരു ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുക. സോ നമ്മൾ ഈ ഇക്വേഷൻ നോക്കിയാൽ അവസാനത്തെ വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ. സോ മാക്സിമം വരാൻ സാധ്യത എക്സിന് 2 കൊടുക്കുമ്പോഴുള്ള വാല്യൂ. സോ നമുക്ക് കിട്ടുന്ന 50 പോസിറ്റീവ് എന്നാണ്. അതിന്റെ അർത്ഥം ആ മൊമെന്റും ഇങ്ങോട്ട് തന്നെയാണ്. ദാറ്റ് മീൻസ് ദിസ് ഈസ് സാഗിങ് അല്ലെ. ഈ ഒരു പോർഷനിൽ ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് സാഗിങ് ആയിരിക്കും. സോ ഇറ്റ് ഈസ് സാഗിങ് മൊമെന്റ് വിച്ച് ഈസ് പോസിറ്റീവ് നമുക്ക് കിട്ടി. So bending moment at x is sagging moment. Equation കിട്ടി. Now at A, point A simply support ആണെങ്കിൽ 0 ആണെന്ന് അറിയാം. അത് ഒന്നുകൊണ്ട് കൺഫേം ചെയ്യാൻ x 0 കൊടുത്താൽ മതി. You will get the answer as 0 അല്ലെ. A എന്ന് പറഞ്ഞ പോയിന്റിൽ സിംപ്ലി സപ്പോർട്ടഡ് ആയതുകൊണ്ട് മൊമെന്റ് ഉണ്ടാവില്ല. ഇറ്റ് ഇസ് 0. നെക്സ്റ്റ് ബെൻഡിങ് മൊമെന്റ് അറ്റ് D. D എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ്. D എന്ന് പറഞ്ഞാൽ x is equal to 2 അല്ലെ. ഇവിടെ x 2 ആവുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 45 into 2 minus 20 into 2 square by 2, you will get us 50 kilonewton meter. So x is equal to 2 ആവുമ്പോൾ പോയിന്റ് ഡി ആണല്ലേ. അത് അവിടുത്തെ ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ 50 kilonewton per meter ആണ്. സോ ഇറ്റ് ഈസ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് ദാറ്റ് ഓഫ് ദിസ് 45 into x. അതായത് ഒരു ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. അതിന്റെ ടെൻഡൻസി എന്താ? നമ്മളിവിടെ ഈ ഡി എന്ന് പറഞ്ഞ പോയിന്റിൽ പിടിച്ചിട്ട് ഇതിനെ ഇങ്ങനെ വളച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് സാഗിങ് അല്ലേ. സോ ഇറ്റ് ഈസ് പോസിറ്റീവ്. അതുകൊണ്ടാണ് നമ്മളിവിടെ രണ്ടും സാഗിങ് ആണെന്ന് പറഞ്ഞത്. സോ ലെറ്റ് us പ്ലോട്ട് ദിസ്. എ എന്ന് പറയുന്ന പോയിന്റിൽ 0 ആണ്, ഡി എന്ന് പറയുന്ന പോയിന്റിൽ 50 ആണ്, യു ഡി എൽ ആണ്. സോ ഇറ്റ് ഷുഡ് ബി എ പാരാബോള. ഇവിടെ ഷിയർ ഫോഴ്സ് കൂടുതലാണ്, അപ്പോൾ സ്ലോപ്പ് ഷുഡ് ബി മാക്സിമം. അങ്ങനെയൊക്കെ കൺസിഡർ ചെയ്ത് നമ്മൾ വരയ്ക്കുമ്പോൾ കർവ് ഇങ്ങനെ കിട്ടും. ആൻഡ് ദിസ് ഈസ് യുവർ ഷിയർ ഫോഴ്സ് ഡയഗ്രം, സോറി ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ഫോർ ദിസ് പോർഷൻ എ ഡി. സോ നമുക്ക് സെക്ഷൻ 2 എടുക്കാം. സെക്ഷൻ 2 എന്ന് പറഞ്ഞാൽ നമ്മുടെ ബി സിയിലാണ്. ബി സിന്റെ ഇടയ്ക്കാണ് സെക്ഷൻ 2 ഉള്ളത്. സോ അവിടുത്തെ ബെൻഡിങ് മൊമെന്റ് എടുത്താൽ ഒറ്റ ഫോഴ്സേ ഉള്ളൂ അല്ലെ. 20 എന്ന് പറഞ്ഞാൽ ഒറ്റ ഫോഴ്സേ ഉള്ളൂ. ദാറ്റ്സ് 20 into x. 20 into x ആണ് ഈ സെക്ഷനിൽ ആക്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് യുവർ ബെൻഡിങ് മൊമെന്റ് ത്രൂ ഔട്ട് ദിസ് സെക്ഷൻ അല്ലെ. ബി സിയിൽ മൊത്തത്തിലുള്ള ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ 20x ആണ്. ഇനി ഇത് ഹോഗിങ് ആണോ സാഗിങ് ആണോ എങ്ങനെയാ നോക്കുക? സെക്ഷൻ 2ൽ കൈ പിടിക്കുക. വാട്ട് ഈസ് ദ ഫോഴ്സ് ആക്ടിങ്? ആ ഫോഴ്സ് എങ്ങനെയാണ് മൊമെന്റ് ഉണ്ടാക്കുക? ഇങ്ങനെയാണ് വളയ്ക്കുന്നത് അല്ലെ. 20 into x. ഇറ്റ് ഈസ് ലൈക്ക് എ ഹോഗിങ് മൊമെന്റ്. ഹോഗിങ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണെന്ന് നമുക്കറിയാം. സോ ഇറ്റ് ഈസ് നെഗറ്റീവ്. നൗ അറ്റ് സി. സി എന്ന് പറഞ്ഞാൽ x is equal to 0. x 0 കൊടുത്താൽ ബെൻഡിങ് മൊമെന്റ് എത്രയാ? 0. അടുത്തത് ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി. ബിയിലെ ബെൻഡിങ് മൊമെന്റ് എന്താ? എക്സിന് 1 കൊടുക്കുക അല്ലെ. ഇവിടുത്തെ എക്സിന് 1 കൊടുത്താൽ 20 into 1 is nothing but 20 kilonewton per, sorry 20 kilonewton meter. So bending moment at C is 0, bending moment at B is 20 kilonewton. Plot ചെയ്യാം. At C it is 0, at B it is 20. So നെഗറ്റീവ് ആണ്, ഹോഗിങ് ആണ് അല്ലേ. സോ 0 ഇവിടെ ഇട്ടു, 20 താഴോട്ട് ഇട്ടു. സോ ദിസ് ഈസ് എ സാഗിങ് മൊമെന്റ് സ്പാൻ. സോ ഇവിടുത്തെ ഫോഴ്സ് നോക്കുക. ഇറ്റ്സ് നോട്ട് എ യൂഡിയൽ ഓർ എനിത്തിങ്, ഇറ്റ് ഈസ് ജസ്റ്റ് പോയിന്റ് ലോഡ്സ് അല്ലെ. പോയിന്റ് ലോഡ്സ് ആണെങ്കിൽ നമുക്കറിയാം എക്സ് ആണ് ഫാക്ടർ, എക്സ് റേസ് ടു 1 അല്ലെ. സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. സോ ജോയിൻ ബൈ എ സിമ്പിൾ സ്ട്രേറ്റ് ലൈൻ. സോ ദിസ് ഈസ് യുവർ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ഫോർ ദിസ് സ്പാൻ ബി സി.
ഇനി ആക്ച്വലി ഇത് രണ്ടും നമ്മൾ ജോയിൻ ചെയ്താൽ മതി. നമുക്ക് ഡി എന്ന പോയിന്റിലെ മൊമെന്റ് അറിയാം, ബി എന്ന് പറഞ്ഞ പോയിന്റിലെ മൊമെന്റ് അറിയാം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ, ഡി എന്ന് പറഞ്ഞ ഇന്റർമീഡിയറ്റ് പോയിന്റ് ആണെങ്കിൽ എന്റെ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന മൊമെന്റ് സെയിം ആയിരിക്കണം. ബി എന്ന് പറഞ്ഞ പോയിന്റ് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ബി ആയിരിക്കണം. ഇനി ആക്ച്വൽ കേസ് നമ്മൾ മൂന്നാമത്തെ സ്പാനിലോട്ട് പോകേണ്ട കാര്യമില്ല, ഇതങ്ങോട്ട് ജോയിൻ ചെയ്താൽ മതി. പക്ഷെ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം അല്ലെ, നമ്മളിപ്പോ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കറിയില്ലോ. സോ ആ വാല്യൂ കറക്റ്റ് വന്നാൽ നമുക്ക് കുറച്ചുകൂടെ ഉറപ്പാവുന്നത് കൊണ്ട് നമ്മൾ ബി ഡി എന്ന് പറഞ്ഞ സ്പാന് എടുക്കുന്നു. സോ സ്പാൻ ബി ഡി എടുക്കുന്നു. സ്പാൻ ബി ഡിയിൽ സെക്ഷൻ 3 എന്നാണ് നമ്മൾ വിളിക്കുന്നത് അല്ലെ, സെക്ഷൻ 3 എന്ന് വിളിച്ചു. ബി ഇനി എക്സ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് തന്നെയാണ് എടുക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം. സോ ലെറ്റ്സ് കാൽക്കുലേറ്റ് ബെൻഡിങ് മൊമെന്റ് ഇക്വേഷൻ. ബെൻഡിങ് മൊമെന്റ് എന്തായിരിക്കും? 20 into x ഉണ്ട്, 20 into x ഉണ്ട്, 55 into x minus 1 ഉണ്ട് അല്ലെ. 55 into x minus 1 ഉണ്ട്, ദാറ്റ് ഈസ് ഇൻ ആന്റി ക്ലോക്ക് വൈസ്. 20 into x ക്ലോക്ക് വൈസ്. ഞാനിത് ആന്റി ക്ലോക്ക് വൈസ് പോസിറ്റീവ് എടുക്കുന്നു വിചാരിക്കും. സോ 55 into x minus 1 ഞാൻ പോസിറ്റീവ് എടുത്തു, 20 into x ഞാൻ നെഗറ്റീവ് എടുത്തു. അങ്ങനെയാണ് ഇക്വേഷൻ. 55 into x minus 1 minus 20x എന്ന് ഞാൻ ഇക്വേഷൻ എഴുതി. ഓക്കെ, സോ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് എന്ത് എഴുതാൻ പറ്റില്ല? ഈ ടോട്ടൽ സ്പാനിൽ ഹോഗിങ്ങോ സാഗിങ്ങോ എഴുതാൻ പറ്റില്ല. എപ്പോഴും ഓർത്തിരിക്കുക, നമ്മൾ ഓവർഹാങ് വരുന്ന പോർഷനിൽ ഇവിടെ കണ്ടോ, ഈ സപ്പോർട്ടിൽ നിന്നല്ല ഓവർഹാങ് വരുന്നത്. സോ ഓവർഹാങ് വരുന്ന സപ്പോർട്ടിന്റെ അപ്പുറത്ത് ഇപ്പുറത്തും നോക്കുമ്പോൾ ആ സ്പാൻ ഒരിക്കലും നിങ്ങൾ ഹോഗിങ് അല്ലെങ്കിൽ സാഗിങ് ഒറ്റയടിക്ക് എഴുതാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. കാരണം ഇവിടെ ഓൾറെഡി അത് ഹോഗിങ് ആയിരുന്നു അല്ലെ, ഈ സ്പാനിൽ ഇവിടെ ഹോഗിങ് ആയിരുന്നു നമ്മൾ കണ്ടു, ഇപ്പുറത്തെ സ്പാനിൽ സാഗിങ് ആയിരുന്നു. സോ സാഗിങ്ങിൽ നിന്ന് ഹോഗിങ്ങിലേക്ക് മാറുന്ന ഒരു പോർഷനാണ് അത്, മനസ്സിലായോ? ഓക്കെ, ബി സി എന്ന് പറയുന്ന പോർഷൻ, ഇവിടെ ബി സി എന്ന് പറഞ്ഞ പോർഷനിൽ ഹോഗിങ് ആണെന്ന് നമുക്കറിയാം. ഓക്കെ ഓക്കെ, ഇവിടെ ഹോഗിങ് ആണ്. ഇനി എ ഡി എന്ന് പറയുന്ന സ്ഥലത്ത് സാഗിങ് എന്നറിയാം. സോ എ ഡിയിൽ സാഗിങ് ആണ്, ബി സിയിൽ ഹോഗിങ് ആണ്. അതിന്റെ അർത്ഥം ഈ ബി ഡി എന്ന് പറയുന്ന പോർഷനിൽ സാഗിങ് നിന്ന് ഹോഗിങ്ങിലോട്ട് മാറുന്നുണ്ട്. ഓക്കെ, അപ്പൊ സാഗിങ് ആണോ ഹോഗിങ് ആണോ എന്ന് പറയാൻ പറ്റില്ല, രണ്ടും ഉണ്ട് ഈ ഒരു സ്പാനിൽ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഇവിടുത്തെ കാര്യം. സോ ഇവിടെ സാഗിങ് ആണ്, ഇവിടെ ഹോഗിങ് ആണ്. അങ്ങനെ ഒരു ബീമിന്റെ രണ്ട് സ്ഥലത്ത് രണ്ട് ഡിഫറെന്റ് കൈൻഡ് ഓഫ് മൊമെന്റ് ഡയറക്ഷൻ വന്ന, ഒന്ന് സാഗിങ് മൊമെന്റ് ഒന്ന് ഹോഗിങ് മൊമെന്റ് ആണെങ്കിൽ ആ രണ്ട് സ്പാനിന്റെ ഇടയ്ക്കുള്ള സ്പാൻ അതല്ലേ ബി ഡി എന്ന് പറഞ്ഞൊരു പോർഷൻ നമുക്കുണ്ട്. ആ പോർഷനിൽ വെച്ചാണ് ഈ സാഗിങ് ഹോഗിങ് ആവുന്നത്. അതിന്റെ അർത്ഥം എന്താ? ബി ഡി എന്നുള്ള പോർഷനിൽ സാഗിങ്ങും നടക്കുന്നുണ്ട്, ഹോഗിങ്ങും നടക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇതാണ് ഒരു ഡിഫറൻസ് ഓവർഹാങ് വരുമ്പോൾ ഇതെപ്പോഴും സൂക്ഷിക്കുക. സോ ബെൻഡിങ് മൊമെന്റ് അറ്റ് എക്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 55 into x minus 1 minus 20 into x എന്ന് എഴുതി. ഇവിടെ സാഗിങ്ങോ ഹോഗിങ്ങോ എഴുതുന്നില്ല, പക്ഷെ ഞാൻ ഓരോ പോയിന്റിലായിട്ട് മൊമെന്റ് കണ്ടുപിടിക്കാൻ പോവാ ഇനി. സോ ലെറ്റ്സ് ടേക്ക് പോയിന്റ് ബി അല്ലെ. പോയിന്റ് ബി എന്ന് പറഞ്ഞാൽ എക്സിന് പകരം 1 കൊടുക്കുക. പോയിന്റ് ബി എന്ന് പറഞ്ഞാൽ എക്സിന് പകരം 1 കൊടുക്കുക. എക്സിന് പകരം 1 കൊടുത്തു കഴിഞ്ഞാൽ നോക്കിക്കേ, ഈ ഫസ്റ്റ് ടൈം അങ്ങോട്ട് പോയി, 55 into x minus 1 എന്ന് പറഞ്ഞ ടൈം പോയി അല്ലെ, 0, 1 minus 1 0. ബാക്കി 20 into 1 മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് 20 കിലോ ന്യൂട്ടൺ മീറ്റർ. സോ 20 കിലോ ന്യൂട്ടൺ മീറ്ററേ മൊമെന്റ് ഉള്ളൂ. ഇവിടെ നോക്കിക്കേ, ഞാൻ പോയിന്റ് ബി എടുത്തു അല്ലെ. പോയിന്റ് ബി എടുത്താൽ 55 എന്ന ഫോഴ്സ് കൊണ്ട് ഇവിടെ മൊമെന്റ് ഉണ്ടാവുന്നുണ്ട്? ആക്ച്വലി ഇല്ലല്ലോ. ബി എന്ന പോയിന്റിലോട്ടാണ് നമ്മൾ എടുക്കുന്നത്. ബി എന്ന പോയിന്റ് കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ലിവർ ആം ഡിസ്റ്റൻസ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് അല്ലെ, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അങ്ങനെ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അവിടെ ഇല്ല. സോ അവിടെ ആക്ച്വലി ഒരു മൊമെന്റ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ, ദാറ്റ് മൊമെന്റ് ഈസ് ഡ്യൂ ടു ദിസ് 20 അല്ലെ. ഈ ഇക്വേഷൻ വെച്ചാൽ നമുക്ക് കിട്ടും എക്സിന് പകരം 1 കൊടുത്ത ഈ ടൈം ക്യാൻസൽ ആവുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മൊമെന്റ് ബി എന്ന് പറഞ്ഞ പോയിന്റിൽ ആക്ട് ചെയ്യുന്നില്ല. ബിയിൽ ആകെ കൂടെ 20 എക്സേ ഉള്ളൂ, ദാറ്റ് ഈസ് 20 into 1. സോ ആ 20 into 1 ഓൾറെഡി നമുക്കറിയാം ഹോഗിങ് ആണ് അല്ലെ. ഈ ഒരു പോയിന്റ് എടുത്താൽ 20 കൊണ്ടുണ്ടാവുന്ന എഫക്ട് എന്താ? ഹോഗിങ് മൊമെന്റ് ആണ്. അതായത് ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി ഈസ് ഹോഗിങ് വിച്ച് ഈസ് നെഗറ്റീവ്. ഓക്കെ, ഓർത്തിരിക്കുക എങ്ങനെയാണ് ചെയ്യുന്നത്. സോ ഈ ഒരു പോയിന്റ് എടുത്താൽ എപ്പോഴും ഓവർഹാങ്ങിങ്ങിന്റെ അപ്പുറത്തും ഇപ്പുറത്തും, അപ്പുറത്തെ സ്പാൻ എടുക്കുമ്പോൾ, ഓവർഹാങ്ങിങ്ങിന് തൊട്ടപ്പുറത്തെ സ്പാൻ എടുക്കുമ്പോൾ എപ്പോഴും അവിടെ ഒരു വേരിയേഷൻ നടക്കും. സാഗിങ് ടു ഹോഗിങ് വേരിയേഷൻ നടക്കുന്ന സ്പാൻ ആയിരിക്കും. സോ അവിടെ രണ്ട് വാല്യൂസ് നമുക്ക് കിട്ടും, ഒന്ന് നെഗറ്റീവ് വാല്യൂ ഒന്ന് പോസിറ്റീവ് വാല്യൂ ഈ സ്പാനിൽ ഉണ്ടാവും. അത് നമ്മുടെ മനസ്സിൽ വെക്കുക എപ്പോഴും. Then we approach this equation 55 into x minus 1 minus 20x. So 55 into 1 minus 1 0 പോയി 20x മാത്രമേ ഉള്ളൂ. അത് ഹോഗിങ് ആണ്, കാരണം ഈ ഒരു ബീമിൽ ഇത് ആക്ട് ചെയ്യുന്ന ഹോഗിങ് പോലെയാണ്. സോ ഇറ്റ് ഈസ് ഹോഗിങ് മൊമെന്റ് നമുക്ക് കിട്ടി. ഇനി ബെൻഡിങ് മൊമെന്റ് അറ്റ് ഡി. ബെൻഡിങ് മൊമെന്റ് അറ്റ് ഡി is nothing but 1 plus 2 അല്ലെ. 1 plus 2 3, x 3 ആവുമ്പോഴാണ് ബെൻഡിങ് മൊമെന്റ് അറ്റ് ഡി കിട്ടുക. ഇവിടെ 3 കിട്ടിയാൽ 55 into 3 minus 1, 55 into 2
മൈനസ് 20 ഇൻറ്റു 3 കിട്ടി. ദ വാല്യൂ വിൽ ബി 50 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സാഗിങ് മൊമെന്റ് അല്ലേ? ഓക്കെ, ഓൾറെഡി നമ്മൾ ഡിയിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് സാഗിങ് ആണ്. സോ ഇപ്പുറത്തെ പോർഷനിൽ അത് ഹോഗിങ് ആവുന്നില്ല. ഇവിടെ എന്താണോ അതിന്റെ ഡയറക്ഷൻ അത് തന്നെയായിരിക്കും ഇവിടെയും. സോ ഇറ്റ് ഈസ് എ സാഗിങ് മൊമെന്റ്. സോ ഇറ്റ് ഈസ് 50 കിലോ ന്യൂട്ടൺ ആൻഡ് ഇറ്റ് ഈസ് സാഗിങ് പോസിറ്റീവ്. സോ 20 എന്ന ഹോഗിങ് മൊമെന്റ് 50 എന്ന സാഗിങ് മൊമെന്റ് ആവുന്ന സ്പാൻ ആണ് ഇത്. വി ഹാവ് ടു ജോയിൻ ഇറ്റ് ബൈ എ കർവ് അല്ലെ? ഇവിടെ പോയിന്റ് ലോഡുകൾ മാത്രമേ ഉള്ളൂ, യു ഡി എൽ ഒന്നുമില്ല. ബിന്റെയും ഡിന്റെ ഇടയ്ക്ക് യു ഡി എൽ ഒന്നുമില്ല. സോ യു ക്യാൻ ജോയിൻ ദിസ് ബൈ എ സ്ട്രേറ്റ് ലൈൻ, സിംഗിൾ സ്ട്രേറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്യുക. സോ ദിസ് ഈസ് യുവർ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം. ഇവിടുത്തെ വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. സാധാരണ നമ്മൾ ഇതുവരെ പറഞ്ഞ കേസിലെല്ലാം ഒന്നെങ്കിൽ സാഗിങ് ഒന്നെങ്കിൽ ഹോഗിങ് ഉണ്ടായിരുന്നുള്ളൂ. ഓവർഹാങ് വരുമ്പോൾ ആക്ച്വലി ഇതിന്റെ ബീമിന്റെ വളഞ്ഞു നോക്കിയാൽ ഇങ്ങനെ ബീം വളഞ്ഞിട്ട് നിങ്ങൾ ഈ പോയിന്റർ മൂവ് ചെയ്ത് നോക്കുക, ബീം ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെയാണ് ആക്ച്വലി പോവുക. സോ ഈ ഒരു പോർഷനിൽ അത് ഹോഗ് ചെയ്യും, ബാക്കി പോർഷനിൽ അത് സാഗ് ചെയ്യും. എപ്പോഴും ഓവർഹാങ് വന്ന് ഈ ഓവർഹാങ്ങിന്റെ ലോഡ് താഴോട്ടാണെങ്കിൽ, ഓവർഹാങ്ങിന്റെ ലോഡ് ഡൗൺവേർഡ് ആണെങ്കിൽ എപ്പോഴും ഇങ്ങനെയായിരിക്കും അത് വളയുക. അതിന്റെ അർത്ഥം ഈ ബി ഡി എന്ന് പറയുന്ന സ്പാൻ, അതായത് നമ്മുടെ സപ്പോർട്ട്, രണ്ടാമത്തെ സപ്പോർട്ട് ഓവർഹാങ് ഉള്ള ഭാഗത്തെ സപ്പോർട്ടിന്റെ തൊട്ടപ്പുറത്തുള്ള സ്പാനിൽ ഇത് എന്ത് സംഭവിക്കുന്നുണ്ട്? സാഗിങ് ചെയ്യുന്ന ഹോഗിങ്ങിലോട്ട് കൺവേർഷൻ നടത്തുന്നു. നോക്കിയേ, ഇവിടെ സാഗിങ് ചെയ്യുന്ന ഹോഗിങ്ങിലോട്ട് മാറുന്നു. ഓക്കെ, ഇങ്ങനെ സാഗിങ് നിന്ന് ഹോഗിങ്ങിലോട്ട് മാറുന്ന ഒരു പോയിന്റ് അല്ലേ? ഇവിടെ വരെ സാഗിങ് ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് ഹോഗിങ് ആവുന്നു അല്ലെ? സാഗിങ് നിന്ന് ഹോഗിങ്ങിലോട്ട് മാറുന്ന പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ. സോ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പോയിന്റ് വേർ ബെൻഡിങ് മൊമെന്റ് ചേഞ്ചസ് ഇറ്റ്സ് സൈൻ. കണ്ടോ, ഈ ഒരു പോയിന്റ് എടുത്തു, ഇവിടുത്തെ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ അതാ ഈ ഒരു മാർക്ക് അല്ലേ? ഇതാണ് ഇവിടുത്തെ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ. പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പോയിന്റ് അറ്റ് വിച്ച് ബെൻഡിങ് മൊമെന്റ് ചേഞ്ചസ് ഇറ്റ്സ് സൈൻ. നോക്കിക്കേ, ഇവിടെ തൊട്ട് ഇവിടം വരെ ഇത് പോസിറ്റീവ് ആയിരുന്നു അല്ലെ? ഈ 50 ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്ന് 0 വരെ എത്തുന്നു. ഇതൊരു പോസിറ്റീവ് വാല്യൂ ആണ്. അതിനുശേഷം അത് നെഗറ്റീവ് ആവുന്നു. അതായത് ഇവിടം വരെ അത് സാഗ് ചെയ്യായിരുന്നു, അതിനുശേഷം അത് ഹോഗ് ചെയ്യുന്നു. സോ സാഗിങ്ങിൽ നിന്ന് ഹോഗിങ്ങിലേക്ക് അല്ലെങ്കിൽ ഹോഗിങ്ങിൽ നിന്ന് സാഗിങ്ങിലേക്ക് ഒരു ബീമിന്റെ ബെൻഡിങ് മാറുന്ന പോയിന്റിന്, അല്ലെങ്കിൽ പോയിന്റ് ഇൻ വിച്ച് ദ ബെൻഡിങ് മൊമെന്റ് വാല്യൂ ചേഞ്ചസ് ഇറ്റ്സ് സൈൻ, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ്, പോസിറ്റീവിലോട്ട് നെഗറ്റീവിലോട്ട് ആവുന്ന പോയിന്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ ഓർ ജസ്റ്റ് POC. POC അല്ലെങ്കിൽ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ എന്ന് വിളിക്കുന്ന പോയിന്റ്. ഇറ്റ് ഈസ് ദ പോയിന്റ് അറ്റ് വിച്ച് ബെൻഡിങ് മൊമെന്റ് ചേഞ്ചസ് ഇറ്റ്സ് സൈൻ. സോ നമ്മുടെ ക്വസ്റ്റ്യനിലെ സെക്കൻഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ എത്ര ഡിസ്റ്റൻസിലാണെന്ന് ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. സോ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ ലൊക്കേറ്റിംഗ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ. സോ ഓർത്തിരിക്കുക, പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ എന്ന് പറഞ്ഞാൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൽ സാഗിങ്ങിൽ നിന്ന് ഹോഗിങ്ങിലോട്ട് അല്ലെങ്കിൽ ഹോഗിങ്ങിൽ നിന്ന് സാഗിങ്ങിലോട്ട് പോകുന്ന പോയിന്റ്, അതായത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് പോകുന്ന പോയിന്റ് ആണ്. സോ ഈ പോയിന്റിലെ ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും അല്ലേ? സോ ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ 0 ആണ്. സോ അറ്റ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ ബെൻഡിങ് മൊമെന്റ് വിൽ ബി 0. ഇത് ഓർത്തിരിക്കുക. ഈ ഒരു കൺസെപ്റ്റ് വെച്ചാണ് നമ്മൾ ഇതിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. സോ ലെറ്റ് us locate പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ. എത്ര ഡിസ്റ്റൻസിലാണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ ഇരിക്കുന്നതെന്ന് നമുക്കൊന്ന് ലൊക്കേറ്റ് ചെയ്ത് നോക്കാം. അത് ലൊക്കേറ്റ് ചെയ്യാൻ നമ്മൾ ആദ്യം ഈ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ എവിടെയാണെന്ന് അറിയണം. നോക്കിക്കേ, നമ്മുടെ ഏത് സ്പാനിലെ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ പറഞ്ഞത് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ? ഓവർഹാങ്ങിങ് ബീം ആണെങ്കിൽ ഇവിടെ ഓവർഹാങ്ങിൽ ലോഡ് താഴോട്ട് ആക്ട് ചെയ്യുന്നെങ്കിൽ ഈ സാഗിങ്ങിൽ നിന്ന് ഹോഗിങ്ങിലോട്ട് യൂഷ്വലി മാറുന്ന അതിന്റെ തൊട്ടപ്പുറത്ത്, ഈ സപ്പോർട്ടിന്റെ തൊട്ടപ്പുറത്തെ സ്പാനിലായിരിക്കും. ഇപ്പൊ ഇവിടെ BD എന്ന് പറഞ്ഞ സ്പാനിലാണ് ഇതിരിക്കുന്നത് അല്ലെ? നോക്കിക്കേ, ഇതാണ് നമ്മുടെ BD സ്പാൻ. ആ സ്പാനിലാണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ ഉള്ളത്. സോ അതാണ് ഞാൻ ഇവിടെ എഴുതിയത്. പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ ഹിയർ എക്സിസ്റ്റ് ബിറ്റ്വീൻ B ആൻഡ് D. സോ ബിന്റെയും ഡിന്റെ ഇടയ്ക്കാണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ ഉള്ളത്. അപ്പൊ നമുക്കറിയാം പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷനിൽ ബെൻഡിങ് മൊമെന്റ് 0 ആണ്. നമുക്ക് BD എന്ന സ്പാനിലെ ബെൻഡിങ് മൊമെന്റ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, എക്സ് സെക്ഷൻ, അതായത് നമ്മുടെ മൂന്നാമത്തെ സെക്ഷൻ എടുത്തിട്ട് ആ മൂന്നാമത്തെ സെക്ഷനിലോട്ട് നമ്മൾ ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ബെൻഡിങ് മൊമെന്റ് അറ്റ് എക്സ് എന്ന് പറഞ്ഞിട്ട് ആ ഇക്വേഷൻ ഞാൻ ഒന്നും കൂടി എഴുതാം. സോ ബെൻഡിങ് മൊമെന്റ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം പോയിന്റ് C ബിറ്റ്വീൻ D ആൻഡ് B. സോ ഡിസ്റ്റൻസ് എക്സ്, ഇവിടെ നിന്ന് എക്സ് ഡിസ്റ്റൻസിൽ ഡിന്റെയും ബിന്റെയും ഇടയ്ക്ക് ഒരു സെക്ഷൻ കൺസിഡർ ചെയ്താൽ ആ സെക്ഷന്റെ ബെൻഡിങ് മൊമെന്റ് ആണ് 55 × x - 1 - 20x. ഞാൻ കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരച്ചപ്പോൾ ഡിസ്കസ് ചെയ്തോടത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ BD സ്പാനിന്റെ ബെൻഡിങ് മൊമെന്റ് എന്താണ്. സോ നമ്മൾ ആദ്യം ചെയ്തത്
എവിടെയാണ് കോൺട്രാഫ്ലക്ഷൻ, പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ എന്ന് ലൊക്കേറ്റ് ചെയ്തു, ഏത് സ്പാനിലാണ്. എന്നിട്ട് ആ സ്പാനിന്റെ ബെൻഡിങ് മൊമെന്റ് ഇക്വേഷൻ നമ്മൾ എഴുതി. ആ സ്പാനിൽ നമ്മൾ സെക്ഷൻ കൺസിഡർ ചെയ്തപ്പോഴുള്ള ബെൻഡിങ് മൊമെന്റ് ഇക്വേഷൻ നമ്മൾ എഴുതി. ഇനി നമ്മൾ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ എന്താണെന്ന് അപ്ലൈ ചെയ്യാൻ പോകാം. സോ സപ്പോസ് ഈ എക്സ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷനിലേക്കുള്ള ഡിസ്റ്റൻസ് ആണെന്ന് വിചാരിക്കാം. അതായത് എക്സ് എന്ന് പറഞ്ഞാൽ സിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് അല്ലേ. സോ ആ ഡിസ്റ്റൻസ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷനിലേക്കുള്ള ഡിസ്റ്റൻസ് ആണെന്ന് വിചാരിക്കാം. Then what will be the bending moment? Point of contraflexion bending moment 0 ആണല്ലോ. അതിന്റെ അർത്ഥം എന്താ? At point of contraflexion bending moment is 0. That means 55 into x minus 1 minus 20x is equal to 0. ശരിയല്ലേ? സോ ഇതാണ് ഈ സ്പാനിന്റെ ഇക്വേഷൻ. ആ സ്പാനിലെ എക്സ് എന്ന് പറഞ്ഞാൽ ഈ അറ്റത്തുനിന്ന് ആ സ്പാനിലെ ഏതെങ്കിലും ഒരു പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. ഇനി ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷനിലേക്കുള്ള ഡിസ്റ്റൻസ് ആണെന്ന് വിചാരിക്കാം. So point of contraflexion bending moment 0 എന്നറിയാം. That means if x is the distance to the point of contraflexion, then 55 into x minus 1 minus 20x is equal to 0. അതായത് bending moment is equal to 0. സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് കിട്ടും അല്ലെ. ഈ ഡിസ്റ്റൻസ് സോൾവ് ചെയ്താൽ ഡിസ്റ്റൻസ് കിട്ടും. ആ ഡിസ്റ്റൻസ് ആണ് എന്ത്? ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ. സോ നമ്മൾ സി എന്നാണ് എടുക്കുന്നത്. സോ സി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് 1.571 മീറ്റർ മാറിയിട്ടാണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ നമ്മൾ കണ്ടുപിടിക്കുക. സോ നിങ്ങൾ പരീക്ഷയ്ക്ക് ഏത് പ്രോബ്ലം ചോദിച്ചാലും ഇഫ് ദർ ഈസ് എ ചേഞ്ച് ഇൻ സൈൻ ഇൻ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലായിട്ട് മാറുന്നുണ്ടെങ്കിൽ എപ്പോഴും പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ കണ്ടുപിടിക്കണം. ആ പോയിന്റിന്റെ ഡിസ്റ്റൻസും മാർക്ക് ചെയ്യണം. അതിപ്പോ ക്വസ്റ്റ്യനിൽ ചോദിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. ബെൻഡിങ് മൊമെന്റിന്റെ സൈൻ ചേഞ്ച് ഉണ്ടെങ്കിൽ you should find and locate the point of contraflexion. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാ പറഞ്ഞത്. ജസ്റ്റ് എന്ത് ചെയ്യാം, ബെൻഡിങ് മൊമെന്റ് ആ സ്പാൻ എവിടെയാണോ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് സ്പാൻ ഐഡന്റിഫൈ ചെയ്യുക. ആ സ്പാൻ ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടുത്തെ ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻ എഴുതും. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടാവും. ആ ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷനിൽ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അതിന്റെ കാരണം എന്താ? പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷനിൽ 0 ആയിരിക്കും ബെൻഡിങ് മൊമെന്റ്. സോ 0 വരുന്ന ആൻസർ വരാൻ എത്ര എക്സ് വേണമെന്ന് നമ്മൾ കണ്ടുപിടിച്ചാൽ ദാറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ടു ദ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ. സോ എവിടെ നിന്നാണ് നമ്മൾ ഡിസ്റ്റൻസ് എടുക്കുന്നതെന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. അത് കഴിഞ്ഞിട്ട് ഇത് മാർക്ക് ചെയ്യാം. സോ എന്റെ ഇക്വേഷനിൽ എക്സ് എന്ന് പറഞ്ഞാൽ ഈ സി എന്ന് പറഞ്ഞ പോയിന്റിലായിരുന്നു. അതുകൊണ്ട് എന്റെ ഡിസ്റ്റൻസ് ഇവിടെ നിന്നാണ്. സോ ദിസ് ഈസ് ഹൗ ഐ ലൊക്കേറ്റ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ. ഓക്കെ, നമുക്കൊരു ഫൈനൽ പ്രോബ്ലം കൂടെ നോക്കാം. ദിസ് ഈസ് യുവർ പ്രോബ്ലം. ഫൈൻഡ് ദ location of the contraflexion and maximum value of bending moment for the overhanging beam shown in the figure. ഇവിടെ നിങ്ങൾക്ക് ബീം തന്നിട്ടുണ്ട്. സോ ബീമിന്റെ ലോഡിംഗ് കേസസ് ഒക്കെ തന്നിട്ടുണ്ട്. യു ഹാവ് ടു ഡ്രോ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ ലൊക്കേറ്റ് ചെയ്യുക, അതുപോലെ മാക്സിമം വാല്യൂ ഓഫ് ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കുക. സോ നമ്മൾ ഇതുവരെ ചെയ്ത നോർമൽ കേസിലെല്ലാം നമ്മൾ ഏത് പോയിന്റ് ആണോ കൺസിഡർ ചെയ്തത്, നമ്മളിപ്പോൾ എ ബി സി ഡി എന്ന് സ്പാൻ ഡിവൈഡ് ചെയ്തപ്പോൾ അതിൽ എന്റെ ബിന്റെ സിന്റെ ഡിയിലേക്ക് ഏതെങ്കിലും ഒരു പോയിന്റിലാണ് മാക്സിമം വരിക. അതല്ലാത്ത ഒരു കേസ് വന്നാൽ എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം എന്റെയും ഡിന്റെയും എ ഡി ഇ ബി സി ഈ 5 പോയിന്റിലല്ലാതെ ഇപ്പൊ ഇന്റെയും ബിന്റെ ഇടയ്ക്കുള്ള ഒരു പോയിന്റ്, ഡിന്റെയും ഇന്റെ ഇടയ്ക്കുള്ള പോയിന്റ്, എന്റെയും ഡിന്റെ ഇടയ്ക്കുള്ള പോയിന്റിലാണ് മാക്സിമം വാല്യൂ വരാൻ സാധ്യതയെങ്കിൽ ആ മാക്സിമം വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നാണ് ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഇതുവരെ ഡിസ്കസ് ചെയ്തതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദിസ് വിൽ ബി അവർ ലാസ്റ്റ് പ്രോബ്ലം ദാറ്റ് വി വിൽ ബി ഡിസ്കസിങ് ഇൻ അവർ ക്ലാസ് അബൌട്ട് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. സോ ലെറ്റ് us start. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. സോ റിയാക്ഷൻ പുതിയ കാര്യങ്ങൾ കൂടുതൽ ഡിസ്കസ് ചെയ്യും, ബാക്കി കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് ഓടിച്ചു പോവാം. സോ ഫസ്റ്റ് പാർട്ട് ഈസ് നത്തിങ് ബട്ട് ഫൈൻഡിങ് റിയാക്ഷൻസ് അല്ലേ. സോ ഇത്രയും ലോഡ് ഉണ്ട്. സിഗ്മ വി ഇസ് ഈക്വൽ ടു 0, സിഗ്മ എം ബി ഇസ് ഈക്വൽ ടു 0 കൊടുക്കുക. യു ക്യാൻ ഫൈൻഡ് ദ റിയാക്ഷൻസ്. സോ ആർ എ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 10.68 അപ്വേർഡ്സ് കിട്ടും. ആർ ബി എന്ന് പറഞ്ഞാൽ 13.82 കിലോ ന്യൂട്ടൺ അപ്വേർഡ്സ് കിട്ടും. സോ ദിസ് ഈസ് യുവർ റിയാക്ഷൻസ്. സോ നമ്മൾ ബീം എടുത്തു, ബീമിന് 2 എൻ കണ്ടീഷൻസ് അപ്ലൈ ചെയ്തു. സിഗ്മ വി ഇസ് ഈക്വൽ ടു 0, സിഗ്മ എം ബി ഇസ് ഈക്വൽ ടു 0. യു വിൽ ഗെറ്റ് ആർ എ ആൻഡ് ആർ ബി. സോ ദിസ് ഈസ് യുവർ ഫസ്റ്റ് സ്റ്റെപ്പ്. ആർ എയും ആർ ബിയും കിട്ടി. നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കണം അല്ലെ. നേരത്തെ പോലെ 4 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യാം. 1, 2, 3, 4. എന്നിട്ട് നമുക്ക് ഷിയർ ഫോഴ്സ് അറ്റ് ഈച്ച് സെക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. സോ അവർ ഫസ്റ്റ് സെക്ഷൻ ഈസ് എക്സ് ഫ്രം ഡിസ്റ്റൻസ് എ അല്ലെ. ഇവിടെ വ്യത്യാസം, നമ്മൾ ഇതുവരെ 3 സെക്ഷനേ ചെയ്തിട്ടുള്ളൂ. ഇവിടെ 4 സെക്ഷൻ ഉണ്ട്. ഇവിടെ ഒരു ലോഡ് ഉണ്ട്, ഇവിടെ ഒരു ലോഡ് ഉണ്ട്, ഒരു യു ഡി എൽ ഉണ്ട്, ഒരു ഓവർ ഹാങ് ഉണ്ട്. അപ്പൊ നമ്മൾ എ ഡി എന്ന് പറഞ്ഞൊരു പോർഷൻ എടുത്തു.
ഡി എന്ന് പറഞ്ഞ ഒരു പോർഷൻ എടുത്തു, ഇ ബി എന്ന് പറഞ്ഞ പോർഷൻ എടുത്തു, ബി സി എന്ന് പറഞ്ഞ പോർഷൻ എടുത്തു. സോ നമുക്ക് 4 പോർഷൻ ഉണ്ട്. ഈ 4 പോർഷനിലെ ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതണം. എന്നിട്ട് ഈ പറഞ്ഞ എ ഡി ഇ ബി സി ഈ 5 പോയിന്റ്സിലെ ബെൻഡിങ് മൊമെന്റിന്റെ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം പ്രൊസീഡ് ചെയ്യുക. സോ ലെറ്റ് us സ്റ്റാർട്ട് വിത്ത് ദ പോർഷൻ എ ഡി. സോ ഈ സെക്ഷനിൽ എ ഡി എന്നുള്ളൊരു പോർഷൻ നമ്മൾ എടുക്കുന്നു. ആ എ ഡി പോർഷനിൽ സെക്ഷൻ 1 ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഇതാണ് എൻ്റെ സെക്ഷൻ 1. സോ എ ഡി പോർഷനിൽ സെക്ഷൻ 1 കൺസിഡർ ചെയ്തു. ആ സെക്ഷൻ 1ലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. സോ ലെറ്റ് us കാൽക്കുലേറ്റ് ഷിയർ ഫോഴ്സ്. ഷിയർ ഫോഴ്സ് എന്താ കാൽക്കുലേറ്റ് ചെയ്യുക? മുകളിലോട്ട് 10.68 ഉണ്ട്, താഴോട്ട് എന്തുണ്ട്? ഒരു 3 ഇൻറ്റു എക്സ് ഉണ്ട് അല്ലെ. 10.68 ഇൻറ്റു എക്സ്, sorry, there is no x, shear force on. So 10.68 upwards and 3x downwards. So your shear force equation is 10.68 minus 3x. So 10.68 minus 3x എന്നാണ് നിങ്ങളുടെ ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഷിയർ ഫോഴ്സിന്റെ സൈൻ അറിയാൻ ഇവിടെ ഷിയർ ഫോഴ്സിന് വരുന്ന മാക്സിമം വാല്യൂ എത്രയാണെന്ന് നമുക്ക് നോക്കാം അല്ലെ. 10.68 ആണ് എപ്പോഴും അപ്വേർഡ്സ് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. അപ്വേർഡ്സ് ആക്ട് ചെയ്യുന്ന ഫോഴ്സിന് വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഡൗൺവേർഡ് ഫോഴ്സിന് എന്ന് ഡി വരെ മാറുമ്പോൾ, അതായത് എക്സ് മാറുന്നതിനനുസരിച്ച് വ്യത്യാസം വരും, യു ഡി എൽ ആയതുകൊണ്ട് അല്ലെ. സോ 3 ഇൻറ്റു എക്സ് എന്നാണ് നമ്മുടെ ഇക്വേഷൻ. എക്സിന് മാക്സിമം വരാവുന്ന വാല്യൂ എത്രയാണ്? 1.5. 3 ഇൻറ്റു 1.5 എന്ന് പറഞ്ഞാൽ 4.5 അല്ലെ. സോ 4.5 താഴെ 10.685 മേലോട്ട്. സോ 10.68 മേലോട്ട് 4.5 താഴെ. അതിന്റെ അർത്ഥം എന്താ? മുകളിലോട്ടായിരിക്കും എന്നത് റിസൾട്ടന്റ് ആക്ട് ചെയ്യുക അല്ലെ. മുകളിലോട്ടാണ് റിസൾട്ടന്റ് ആക്ട് ചെയ്യുക. ദാറ്റ് മീൻസ് റൈറ്റ് സൈഡ് ഈസ് ഡൗൺ അല്ലെ. ലെഫ്റ്റ് സൈഡ് അപ്പ്, റൈറ്റ് സൈഡ് ഡൗൺ, ഇറ്റ് ഈസ് പോസിറ്റീവ് ഷിയർ. നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ആ സെക്ഷൻ എടുക്കുക, ആ സെക്ഷനിലെ അപ്വേർഡ് ഫോഴ്സസും ഡൗൺവേർഡ് ഫോഴ്സസും ഒന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് മാക്സിമം വരാൻ സാധ്യതയുള്ള ഡൗൺവേർഡ് ഫോഴ്സ് നോക്കുക. മാക്സിമം വരാൻ സാധ്യതയുള്ള ഡൗൺവേർഡ് ഫോഴ്സ് അപ്വേർഡ് ഫോഴ്സിനേക്കാൾ കുറവാണെങ്കിൽ that means it will moving upwards. So left side moves up, that means right side moves down, that means the shear is positive നമുക്ക് കിട്ടി. ഓക്കെ, സോ ഇതിവിടെ ഡിസ്കസ് ചെയ്യാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാൻ കാരണം ഒരു വ്യത്യാസം നമ്മളിവിടെ കാണും, അത് പറയാൻ വേണ്ടിയാണ്. സോ ജസ്റ്റ് റിമെമ്പർ ദിസ്. ഇവിടെ നമ്മൾ ഈ എൻറ്റയർ സ്പാനിൽ നമ്മൾ റൈറ്റ് സൈഡ് ഡൗൺ പോസിറ്റീവ് ഷിയർ എഴുതാൻ കാരണം ഈ സ്പാനിൽ ഒരു സ്ഥലത്തും ഇതിന് റിവേഴ്സ് സംഭവിക്കുന്നില്ല അല്ലെ. ഓൾവേസ് റൈറ്റ് സൈഡ് ഈസ് ഗോയിങ് down. There is no case in which right side goes up. അതുകൊണ്ടാണ് ഈ സ്പാൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പോസിറ്റീവ് ഷിയർ എടുക്കുന്നത്. സോ ഷിയർ ഫോഴ്സ് അറ്റ് എക്സ് ഈസ് നത്തിങ് ബട്ട് 10.68 മൈനസ് 3x. ഇനി വാല്യൂ കൊടുക്കുക. അറ്റ് എ എക്സ് 0 ആവും, സോ ഇറ്റ് ഈസ് 10.68 അല്ലെ. അറ്റ് ഡി എക്സ് 1.5 ആവും, സോ 10.68 മൈനസ് 3 ഇൻറ്റു 1.5 യു വിൽ ഗെറ്റ് 6.18 കിലോ ന്യൂട്ടൺ. ഇത് രണ്ടും പോസിറ്റീവ് ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ യു ക്യാൻ പ്ലോട്ട് ഇറ്റ് ഹിയർ. സോ അറ്റ് എ ഇറ്റ് ഈസ് 10.68 kilonewton. At D it is 6.18 kilonewton. You join by a straight line. കാരണം എന്താ? UDL ആണ്, എക്സിന്റെ ടേംസിലാണ് വേരി ചെയ്യുക. സോ ഇറ്റ് ഷുഡ് ബി എ സ്ട്രേറ്റ് ലൈൻ. സോ ജോയിൻ ബൈ an inclined straight line. So this is your shear force diagram for portion AD. So portion AD ന്റെ shear force diagram നിങ്ങൾ വരച്ചു. ഇനി നമുക്ക് വേണ്ടത് പോർഷൻ ഡി, നമ്മുടെ സെക്ഷൻ 2 പോർഷൻ ഡി എടുത്തു. പോർഷൻ ഡിയിൽ സെക്ഷൻ 2 എന്ന് പറഞ്ഞാൽ എക്സ് എന്നാണ് നമ്മൾ ഇപ്പോഴും ഡിസ്റ്റൻസ് എടുക്കുന്നത്. എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നാണ് നമ്മൾ ഇപ്പോഴും ഡിസ്റ്റൻസ് എക്സ് എടുക്കുന്നത് വിചാരിക്കും. സോ ഡി ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സെക്ഷൻ 2 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഡിസ്റ്റൻസ് എടുക്കുന്നത് എയിൽ നിന്നാണ്. ഓക്കെ, നൗ ഷിയർ ഫോഴ്സ് അറ്റ് എക്സ് എന്താ? 10.6 ഇൻറ്റു എക്സ് അല്ലെ. എക്സ് ഇപ്പൊ 2 സോ 10.6 ഇൻറ്റു എക്സ്, സോറി എക്സ് ഇല്ല, നമ്മൾ ഷിയർ ഫോഴ്സ് ആണ് പറയുന്നത്, സോറി. സോ 10.68 ഉണ്ട് മുകളിലോട്ട്. താഴോട്ട് എന്തൊക്കെയുണ്ട്? ദർ ഈസ് എ പോയിന്റ് ലോഡ് അല്ലെ. ഒരു പോയിന്റ് ലോഡ് 6 താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ യു ഡി എൽ ഉണ്ട്. സോ 10.68 upwards, 6 downwards and some 3x downwards അല്ലെ. 10.68 upwards, 6 downwards, 3x downwards. ഇങ്ങനെ 3 ഫോഴ്സസ് ആണുള്ളത്. സോ അതിന്റെ റിസൾട്ട് എടുത്തത് 4.68 മൈനസ് 3x എന്ന് നമുക്ക് കിട്ടും. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വ്യത്യാസത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കുന്നത്. ഇവിടെ ആക്ച്വലി മാക്സിമം എടുത്ത് നോക്കാം നമുക്ക്. സോ എക്സിന് മാക്സിമം വരാൻ സാധ്യത 3 ആണ്. 3 ഇൻറ്റു 3 എത്രയായി? 9 ആയി അല്ലെ. നോക്കിക്കേ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? 10.68 മൈനസ് 6 മൈനസ് 3x, ഇതാണ് ഇവിടുത്തെ ടോട്ടൽ ഷിയർ എന്ന് പറയുന്നത്. സോ 4.68 മൈനസ് 3x എന്ന് നമ്മൾ ഇക്വേഷൻ എഴുതി. ഇനി ഇവിടെ
ഈ ഒരു വാല്യൂ നെഗറ്റീവ് ആയാൽ, നമ്മൾ അപ്വേർഡ് പോസിറ്റീവ് എടുത്ത ഈ ഒരു വാല്യൂ നെഗറ്റീവ് ആയാൽ അതിന്റെ അർത്ഥം എന്താ? ഇറ്റ് ക്യാൻ മൂവ് ഡൗൺവേർഡ്സ് എന്നാണ്. അപ്പൊ നമ്മൾ ഈ സ്പാനിലെ 2 പോയിന്റ് എടുത്തു, ഡിയും ഇയും എടുത്തു. ഡി എന്ന് പറഞ്ഞാൽ 1.5 ആണ് അല്ലെ? ഡി എന്ന് പറഞ്ഞാൽ എക്സ് 1.5 ആണ്. ഇവിടെ എക്സിന് 1.5 കൊടുത്താൽ 4.68 മൈനസ് 3 ഇൻറ്റു 1.5, അതെന്താ? 4.68 മൈനസ് 4.5 എന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അത് നിങ്ങൾക്ക് അറിയാലോ. പോസിറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ അപ്വേർഡ് ഫോഴ്സ് ഈസ് മൂവ്. അപ്വേർഡ് ഫോഴ്സ് ഈസ് മൂവ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡ് ഡൗൺ. ഇനി ഇ എന്ന് പറഞ്ഞ പോയിന്റിലോട്ട് വരാം. സോ ഇ എന്ന് പറഞ്ഞ പോയിന്റിലോട്ട് വന്നാൽ ഇവിടുത്തെ ഡിസ്റ്റൻസ് ഇപ്പോൾ 3 ആണല്ലേ? എക്സ് 3 ആവും. 1.5 പ്ലസ് 1.5 3 ആവും. 3 ഇൻറ്റു 3 9. സോ 4.68 മൈനസ് 9 എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ. അതായത് നമ്മൾ അപ്വേർഡ് ആണ് പോസിറ്റീവ് എടുത്ത് നമുക്ക് നെഗറ്റീവ് വാല്യൂ കിട്ടിയാൽ അതിന്റെ അർത്ഥം ദ റിസൾട്ടന്റ് ഈസ് മൂവിങ് ഡൗൺ. അതിന്റെ അർത്ഥം എന്താ? റൈറ്റ് സൈഡ് ഈസ് മൂവിങ് അപ്പ് അല്ലെ? ഈ സാധനം താഴോട്ട് വരുന്നു, അപ്പൊ റൈറ്റ് സൈഡ് മുകളിലോട്ട്. സോ ഒരു സ്പാനിൽ 2 സംഭവിക്കുന്നുണ്ട്, പോസിറ്റീവും നെഗറ്റീവും സംഭവിക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും നമ്മൾ ഇതിന്റെ 2 എക്സ്റ്റൻസ് എടുക്കുക. ഡിയും ഇയും ആണ് നമ്മൾ സ്പാൻ കൺസിഡർ ചെയ്യുന്നത്. സോ ഡിയും ഇയും എടുത്ത് നോക്കുക, അവിടുത്തെ റിസൾട്ടന്റിന്റെ ഡയറക്ഷൻ നോക്കുക. റിസൾട്ടന്റിന്റെ 2ന്റെ ഡയറക്ഷൻ സെയിം ആണെങ്കിൽ നമുക്ക് ഇതുപോലെ റൈറ്റ് സൈഡ് ഡൗൺ പോസിറ്റീവ് ഷെയർ എന്ന് ഒരുമിച്ച് എഴുതാം. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡി എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കുമ്പോൾ പോസിറ്റീവ് വാല്യൂ, ഇ എന്ന് പറഞ്ഞ പോയിന്റിൽ എടുക്കുമ്പോൾ നെഗറ്റീവ് വാല്യൂ. പോസിറ്റീവ് നെഗറ്റീവ് ബേസ്ഡ് ഓൺ നിങ്ങൾ ഏത് ഡയറക്ഷൻ എടുക്കും. ഞാനിപ്പോൾ അപ്വേർഡ് പോസിറ്റീവ് എടുക്കും. അപ്പൊ അപ്വേർഡ് പോസിറ്റീവ് എടുത്തിട്ട് എനിക്ക് ആൻസർ പോസിറ്റീവ് കിട്ടിയാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദിസ് പോർഷൻ മൂവ്സ് ഓഫ്, അതായത് റൈറ്റ് സൈഡ് ഈസ് ഗോയിങ് ഡൗൺ, അതായത് പോസിറ്റീവ് ഷെയർ ആയിരിക്കും. ഇനി ഇതിന്റെ ആൻസർ നെഗറ്റീവ് എന്ന് കിട്ടിയാൽ അതിന്റെ അർത്ഥം ഇവിടുത്തെ ലോഡിന്റെ റിസൾട്ടിന്റെ താഴോട്ട് ആക്ട് ചെയ്യുന്നു, അതായത് ലെഫ്റ്റ് സൈഡ് ഈസ് മൂവിങ് ഡൗൺ, റൈറ്റ് സൈഡ് ഈസ് ഗോയിങ് അപ്പ്, നെഗറ്റീവ് ആണ്. സോ ആ ഒരു സ്പാനിൽ പോസിറ്റീവ് നെഗറ്റീവ് വാല്യൂ വരുന്നുണ്ട്. നമുക്ക് ആ പെർട്ടിക്കുലർ വാല്യൂസ് എഴുതാം. അറ്റ് പോയിന്റ് ഡി എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് ഈക്വൽ ടു 1.5 ആണ്. എക്സ് 1.5 ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് 0.18 കിലോ ന്യൂട്ടൺ. ഓക്കെ, സോ 4.68 into 3 into 1.5 എന്ന് പറഞ്ഞാൽ 4.5 ആണ്. 4.68 minus 4.5 you will get the answer as 0.18. നെക്സ്റ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 0.18 പോസിറ്റീവ് വാല്യൂ. സോ 0.18 എന്ന് പറയുന്ന ഒരു ഫോഴ്സ് മുകളിലോട്ടാണ് ഇവിടെ റിസൾട്ടന്റ് ആക്ട് ചെയ്യുക. സോ റൈറ്റ് സൈഡ് ഈസ് മൂവിങ് ഡൗൺ, ലെഫ്റ്റ് സൈഡ് ഈസ് മൂവിങ് അപ്പ്, റൈറ്റ് സൈഡ് ഈസ് മൂവിങ് ഡൗൺ. സോ അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ പോയിന്റ് ദ ഷിയർ ഈസ് പോസിറ്റീവ്. ഇനി ഷിയർ ഫോഴ്സ് അറ്റ് ഡി ഇ എന്ന് പറഞ്ഞാൽ എക്സ് 3 ആവുന്നു. എക്സ് 3 ആയി കഴിഞ്ഞാൽ 4.68 into 3 into 3, 4.68 minus 3 into 3 that you got as 4.32. ഇവിടെ ആക്ച്വലി നെഗറ്റീവ് വാല്യൂ ആണ് വരുന്നത്. നമുക്ക് ആ സൈൻ വിഷയമല്ല, ജസ്റ്റ് വി നീഡ് ടു നോ വേർ ഇറ്റ് മൂവ്സ് അല്ലെ? സോ 4.68 ഞാൻ പോസിറ്റീവ് ആണ് എടുത്തത്, അതായത് മുകളിലോട്ട് പോകുന്ന ഫോഴ്സ് പോസിറ്റീവ് ആണ് എടുത്തത്. എന്നിട്ട് എനിക്ക് ആൻസർ നെഗറ്റീവ് കിട്ടിയാൽ അതിന്റെ അർത്ഥം ദ റിസൾട്ടന്റ് ഫോഴ്സ് ആക്ടിങ് ദർ ഈസ് ഗോയിങ് ഡൗൺവേർഡ്സ് അല്ലെ? സോ നമ്മൾ റിയാക്ഷൻ കണ്ടുപിടിക്കുമ്പോൾ പറഞ്ഞ പോലെ തന്നെ സോ റിസൾട്ടന്റ് ഫോഴ്സ് താഴോട്ട് ആക്ട് ചെയ്യുന്നു. അത് മീൻസ് റൈറ്റ് സൈഡ് ഈസ് മൂവിങ് അപ്പ്, ലെഫ്റ്റ് സൈഡ് താഴോട്ട് പോകുന്നു, റൈറ്റ് സൈഡ് മുകളിലോട്ട് പോകുന്നു. സോ വാട്ട് യു ഗെറ്റ് ഈസ് റൈറ്റ് സൈഡ് അപ്പ് നെഗറ്റീവ് ഷിയർ. സോ ഇത് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. സോ ഡി എന്ന് പറഞ്ഞ പോയിന്റിൽ ഇറ്റ് ഈസ് 0.18 വിച്ച് ഈസ് പോസിറ്റീവ്. പക്ഷേ അറ്റ് ഇ ഇറ്റ് ഈസ് നെഗറ്റീവ് ഷിയർ വിച്ച് ഈസ് 4.32. സോ ഇയിൽ നെഗറ്റീവ് ആണ്, ഡിയിൽ പോസിറ്റീവ് ആണ്. നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്യുന്നു. യു ഡി എൽ ആയതുകൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്യുന്നു. സോ ദിസ് ഈസ് യുവർ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഫോർ ദിസ് സ്പാൻ ഡിഇ. സോ ഡിഇ എന്ന് പറഞ്ഞ സ്പാനിൽ അത് പോസിറ്റീവോ നെഗറ്റീവോ അല്ല, ദർ ഈസ് എ വേരിയേഷൻ. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് ഷിയർ ഫോഴ്സ് മാറുന്നുണ്ട്. സോ ദാറ്റ് ഈസ് വൈ വി took these two values here. സോ എപ്പോഴും നിങ്ങൾ എക്സ്റ്റെൻഡ് വെച്ച് നോക്കുക. അപ്പോൾ എക്സ്റ്റെൻഡ് വെച്ചിട്ട് രണ്ടിനും ഒരേപോലെയാണ്, രണ്ട് ഷിയറും 2 പോയിന്റ് എടുത്താൽ ഷിയർ മേലോട്ടാണ് കിട്ടുന്നതെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ബോത്ത് വിൽ ബി പോസിറ്റീവ്. 2 എണ്ണം എടുത്തിട്ട് താഴോട്ടാണ് കിട്ടുന്നെങ്കിൽ ഷിയർ വിൽ ബി നെഗറ്റീവ്, ദാറ്റ്സ് ഓക്കെ. ഇനി അതല്ല, ഒരു സൈഡിൽ ഡി എന്ന് പറഞ്ഞ പോയിന്റിൽ പോസിറ്റീവും മറ്റേ സൈഡിൽ നെഗറ്റീവും ആണെങ്കിൽ യു ഷുഡ് നോ ദാറ്റ് ദർ ഇസ് എ വേരിയേഷൻ ഇൻ ഷിയർ. സോ നിങ്ങൾ ക്രോസ് ചെയ്തൊരു ലൈൻ വരയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാവാം. അതുകൊണ്ടാണ് ഇത്ര കാര്യമായിട്ട് പറഞ്ഞത്. സോ ജസ്റ്റ് മേക്ക് ഷുവർ യു ടേക്ക് ഇറ്റ് ഫ്രം ഹിയർ. ഓക്കെ, അടുത്ത ഡി നമ്മൾ എടുത്തു. അടുത്തത് നമുക്ക് ബി സി എടുക്കാം. ബി സി എടുത്താൽ സെക്ഷൻ 3 എടുക്കുന്നു. സെക്ഷൻ 3 ഷിയർ എടുക്കുന്നു. ഷിയർ വേറെ വ്യത്യാസമൊന്നുമില്ല, ഈ ഒറ്റ ഫോഴ്സേ ഉള്ളൂ അല്ലെ? ഈ സെക്ഷൻ എടുത്തിട്ട് ഇത് മുഴുവൻ മറച്ചു കളയുന്നു. നമ്മൾ ഈ സെക്ഷൻ മാത്രം എടുത്തു. 2 കിലോ ന്യൂട്ടനേ ഉള്ളൂ. അതിപ്പോ സി എടുത്താലും ബി എടുത്താലും എവിടെ എടുത്താലും എന്താണ്? 2 കിലോ ന്യൂട്ടൺ അല്ലെ? വേറെ ഫോഴ്സ് ഒന്നുമില്ല, 2 മാത്രമേ ഉള്ളൂ. സോ അറ്റ് പോയിന്റ് സി it is 2 kilonewton. At point E, sorry, it is
something wrong here. So point C 2 kilonewton ആണ്. At point B it is again 2 kilonewton. C എടുത്താലും B എടുത്താലും 2 kilonewton ആണ്. I'm sorry. Okay. So C 2 kilonewton ആണ്, B എടുത്താലും 2 kilonewton ആണ്. രണ്ടും ബിയിൽ 2.4 ആണ് എക്സ്, സിയിൽ 0 ആണ്. പക്ഷെ എക്സിന്റെ വേരിയേഷൻ ഇല്ല, ഒരു പോയിന്റിലോട്ട് 2 കിലോലോട്ടിലേ ഉള്ളൂ. സോ യുവർ ഷിയർ ഫോഴ്സ് ഈസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദിസ് സ്പാൻ. സോ ബി സി എടുത്തു, അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നമുക്കറിയണം അല്ലേ. ഇവിടെ വരിക, ഈ ബി സി സ്പാൻ എടുക്കുക. ബി സി സ്പാൻ എടുത്താൽ ഒരു 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ, അതാ താഴോട്ട് ആക്ട് ചെയ്യില്ല. സോ ലെഫ്റ്റ് പോർഷൻ ഇവിടെ ഒരു നമ്മൾ കൈ പിടിച്ച് കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ റൈറ്റ് പോർഷൻ ഗോസ് ഡൗൺ അല്ലെ. റൈറ്റ് ഡൗൺ ഈസ് പോസിറ്റീവ്. സോ ഇറ്റ് ഈസ് പോസിറ്റീവ് ഷിയർ. സോ നമ്മൾ സി എന്ന് പറഞ്ഞ 2 കിലോമീറ്റർ വരച്ചു, ബിയിലും 2 കിലോമീറ്റർ ആണ്. അപ്പോൾ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വെച്ച് ജോയിൻ ചെയ്തു. ആൻഡ് ദിസ് ഈസ് യുവർ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഫോർ ദിസ് പോർഷൻ ബി സി. അടുത്ത ലാസ്റ്റ് പോർഷൻ ഏതാണ്? ഇ ബി ആണ്. സോ ഇ ബിയിൽ സിന്ന് ബി ഇ പോർഷൻ എടുക്കണം. ഷിയർ ഫോഴ്സ് അറ്റ് സെക്ഷൻ 4 അല്ലെ, സെക്ഷൻ 4 എക്സ് ഡിസ്റ്റൻസിൽ എത്രയാന്ന് നോക്കാം. സോ ഇവിടെ എന്തൊക്കെയുണ്ട്? ഒരു ഡൗൺവേർഡ് ഫോഴ്സ് ഉണ്ട്, ഒരു അപ്വേർഡ് ഫോഴ്സ് ഉണ്ട്, ഒരു ഡൗൺവേർഡ് ഫോഴ്സ്, ഒരു അപ്വേർഡ് ഫോഴ്സ്, ഒരു മൊമെന്റ് അല്ലെ, സോറി നോട്ട് മൊമെന്റ്, ദർ ഇസ് എ യു ഡി എൽ. ഇത്രയും ലോഡ് ഉണ്ട് ഇ ബി എന്ന് പറഞ്ഞ സെക്ഷനിലോട്ട് എടുക്കുമ്പോൾ. ഇവിടെ ഒരു ഫോഴ്സ്, ഇവിടെ ഒരു ഫോഴ്സ്, ഇവിടെ ഒരു യു ഡി എൽ. സോ 13.82 അപ്വേർഡ്സ് മൈനസ് 2 ഡൗൺവേർഡ്സ് മൈനസ് 3 എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇന്റൻസിറ്റി ഇൻറ്റു ഡിസ്റ്റൻസ് എക്സ് മൈനസ് 2.4. സോ 13.82 മൈനസ് 2 മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 2.4, ദാറ്റ് ഈസ് 11.82 മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 2.4. ഇതാണ് നമ്മുടെ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ. Now shear force at B, shear force at B is equal to shear force at B എന്ന് പറഞ്ഞാൽ x is equal to 2.4. അപ്പോൾ ഇതിൽ x 2.4 വെച്ചാൽ 2.4 ക്യാൻസൽ ചെയ്ത് രണ്ടാമത്തെ ടേം പോവും. യു വിൽ ഗെറ്റ് 11.82. സോ ബിയിൽ 11.82 എന്ന് കിട്ടി. Now you have to find it at E. E എടുത്തു കഴിഞ്ഞാൽ 2.4 plus 1.5 3.9 എന്ന് കിട്ടും. 11.82 minus 3 into 1.5 7.32. That is right up again negative. സോ ഇങ്ങനെ നമ്മൾ എഴുതി. സോ ഇവിടെ ഞാൻ എക്സിന്റെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, ഇയും ബിയും എടുത്ത് ചെയ്യണം. നിങ്ങൾ ഇയും ബിയും എടുത്ത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന്. സോ നമ്മളിവിടെ ഡയറക്റ്റ് ആയിട്ട് ഞാൻ അത് അപ്ലൈ ചെയ്തു. എനിക്ക് 2 പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടിയത്. 3 into 1.5 3 into 0 ചെയ്താലും എനിക്ക് കിട്ടുന്ന പോസിറ്റീവ് വാല്യൂസ് ആണ്. അതായത് ഞാൻ അസ്യൂം ചെയ്ത ഡയറക്ഷൻ ആണ് ശരിയെന്നർത്ഥം. അതായത് ദ റിസൾട്ടന്റ് ഫോഴ്സ് ഈസ് അപ്വേർഡ്സ്. റിസൾട്ടന്റ് ഫോഴ്സ് ഈസ് അപ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡ് മൂവ്സ് അപ്പ് അല്ലെ. റിസൾട്ടന്റ് ഫോഴ്സ് അപ്പ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡ് മൂവ്സ് അപ്പ്. സോ ഇറ്റ് ഈസ് നെഗറ്റീവ് ഷിയർ. ഞാനത് പ്ലോട്ട് ചെയ്യുന്നു. അറ്റ് പോയിന്റ് ബി യു ഹാവ് ഓൺ 11.82. അറ്റ് പോയിന്റ് ഇ യു ഹാവ് 7.32. സോ 7.32 11.82 ജോയിൻ ചെയ്യുക, യു വിൽ ഗെറ്റ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഇവിടെ വെരിഫൈ ചെയ്യാൻ എന്താ ചെയ്യണ്ടേ? ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു പോയിന്റ് ലോഡ് ഉണ്ട് അല്ലെ, അതിന്റെ വാല്യൂ ആണ് ഇവിടെ 10.68. ഇവിടെ ഒരു പോയിന്റ് ലോഡ് ഉണ്ട് 6. സോ ഈ വരേണ്ട വാല്യൂ എന്ന് പറയുന്നത് 6 ആയിരിക്കണം. നോക്കിയേ, 6.18 മൈനസ് 0.18 എത്രയാ? 6 ആണ്. ഇനി ഇവിടെ ഒരു പോയിന്റ് ലോഡ് 3 കിലോ ന്യൂട്ടൺ. ഇവിടെ 7.32 മൈനസ് 4.32 3 കിലോ ന്യൂട്ടൺ. ശരിയാണ്. അടുത്ത് ഇവിടെ 13.82. സോ 11.82 പ്ലസ് 2 13.82. അതിന്റെ അർത്ഥം നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ശരിയാണ്. ഇങ്ങനെ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. സോ ലെറ്റ്സ് ഗോ ടു ദ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. സോ ഷിയർ ഫോഴ്സ് വരച്ചു. നേരത്തെ പോലെ ബെൻഡിങ് മൊമെന്റ് ഓരോ സെക്ഷനിൽ എടുക്കുക. എ ഡി സെക്ഷൻ എടുത്തു. എ ഡി സെക്ഷൻ എടുത്താൽ 10.68 ഇൻറ്റു എക്സ്, 10.68 ഇൻറ്റു എക്സ്, പിന്നെ ബാക്കിയുള്ളത് 3 ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2. എങ്ങനെ കിട്ടുന്നതെന്ന് ഞാൻ ഇപ്പോൾ തൽക്കാലം പറയുന്നില്ല. സോ 10.68 ഇൻറ്റു എക്സ് മൈനസ് 3 എക്സ് സ്ക്വയർ ബൈ 2. ആ മൊമെന്റ് സാഗിങ് ആണ്. സാഗിങ് പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് ആയിരിക്കും. നൗ ബെൻഡിങ് മൊമെന്റ് അറ്റ് എ, ബെൻഡിങ് മൊമെന്റ് അറ്റ് എ എന്ന് പറഞ്ഞാൽ എക്സ് 0 ആകുമ്പോൾ 0 അല്ലെ. ഇനി എക്സ് 1.5 ആകുമ്പോൾ പോയിന്റ് ഡി, എക്സ് 1.5 ആകുമ്പോൾ പോയിന്റ് ഡി ആയി. യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 12.65 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. നമുക്ക് പ്ലോട്ട് ചെയ്യാം. എയിൽ 0 ആണ്, മറ്റോടത്ത് 12.65 ആണ്, യു ഡി എൽ ആണ്, ഇവിടെ ഷിയർ കൂടുതലാണ്. ഇതൊക്കെ കൺസിഡർ ചെയ്ത് നമ്മളൊരു പാരാബോളിക് കർവ് വരയ്ക്കുന്നു. ദിസ് ഈസ് യുവർ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഫോർ ദിസ്
പോർഷൻ. അടുത്ത പോർഷൻ ഡി എടുക്കുക. പോർഷൻ ഡി എടുത്തു. സെക്ഷൻ 2-ലോട്ടാണ് ഇപ്പോൾ എക്സ്. സോ 10.68 ഇൻറ്റു എക്സ്. അടുത്ത 6 എന്ന് പറഞ്ഞൊരു ഫോഴ്സ് വന്നു. 6 ഇൻറ്റു എക്സ് മൈനസ് 1.5 കിട്ടി. ദെൻ വാട്ട് എൽസ് ഈസ് റിമൈനിങ്? ദിസ് യു ഡി എൽ ഇസ് ദർ 3x²/2. അഗൈൻ 3x²/2 ആണ് യു ഡി എല്ലിന്റെ വാല്യൂ. ഇനി ബെൻഡിങ് മൊമെന്റ് അറ്റ് എ, ഇറ്റ് ഈസ് അഗൈൻ സാഗിങ് പോസിറ്റീവ്. ബെൻഡിങ് മൊമെന്റ് അറ്റ് പോയിന്റ് ഡി, ഡിക്ക് എന്ന് പറഞ്ഞാൽ എക്സ് 1.5 ആകുമ്പോൾ ഇതിന് പകരം 1.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 12.65. അത് നമുക്കറിയാം. ഡി എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തുമ്പോൾ ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ എന്തായാലും മാറാൻ പോകുന്നില്ല. നെക്സ്റ്റ് നമ്മളൊരു വെരിഫിക്കേഷന് വേണ്ടിയാണ് ഇതൊന്നും കൂടി ചെയ്യുന്നതേ ഉള്ളൂ. അടുത്തത് ഇ എടുത്തു. ഇ എന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 1.5 + 1.5 എക്സ് 3 ആവുന്നു. 3 ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 9.54 എന്ന് വിളിക്കുന്നു. സോ അറ്റ് ഡി ഇറ്റ് ഈസ് 12.65. അറ്റ് ഇ ഇറ്റ് ഈസ് 9.54. ഡിയിൽ 12.65 ആണ്, ഇയിൽ 9.54 ആണ്. സോ യു ക്യാൻ ജോയിൻ ദിസ്. അഗൈൻ ഇറ്റ് ഈസ് എ പരാബോള അല്ലെ. യു ഡി എൽ ആണ് റോഡ് മുകളിലുള്ളത്. സോ അതൊരു പാരാബോളിക് കർവ് ആയിരിക്കും. നിങ്ങൾ ഇക്വേഷൻ നോക്കിയാൽ x² ഉണ്ട്. സോ ഇറ്റ് ഈസ് പാരാബോള. ഇനി നോക്ക്, ഇവിടെ ഷിയർ ഫോഴ്സ് കുറച്ചുണ്ട്, ഇവിടെ ഈ ഷിയർ ഫോഴ്സ് കുറച്ചുണ്ട്. സോ ദ കർവ് വിൽ ബി ലൈക്ക് ദിസ്. സോ ദിസ് ഈസ് യുവർ കർവ് ഫോർ ദാറ്റ് ഏരിയ. ആൻഡ് ദ പോർഷൻ ബി സി. ബി സി എടുത്തു. ബി സിയിൽ ഹോഗിങ് മൊമെന്റ് ആയിരിക്കും നമുക്കറിയാം. എക്സിൽ സെക്ഷൻ എടുത്താൽ 2 ഇൻറ്റു എക്സ് ആയിരിക്കും. ഹോഗിങ് ആണ് അല്ലെ, ഇവിടെ ഹോഗിങ് ആണ് നടക്കുക. നൗ ബെൻഡിങ് മൊമെന്റ് അറ്റ് സി. സി എന്ന് പറഞ്ഞാൽ എക്സ് 0 ആകുമ്പോൾ 0 ആണ്. ബെൻഡിങ് മൊമെന്റ് അറ്റ്, again I'm sorry, so at B it will be 2 into 2.4. you will get 4.8. ഇത് ഹോഗിങ് ആണ്, നെഗറ്റീവ് ആണ് അല്ലെ. സോ ഇറ്റ് ഈസ് 0 ഹിയർ, 4.8 ഹിയർ, നെഗറ്റീവ് ആണ്. സോ താഴോട്ട് എഴുതി. നൗ യു ക്യാൻ സി 2 ഇവിടെ ഷിയർ മാക്സിമം ആണ്, ഇവിടെ ഷിയർ മാക്സിമം ആണ്. സോ യുവർ കർവ് വിൽ ബി ലൈക്ക്. പക്ഷെ ഇവിടെ പാരാബോളയല്ല, കാരണം എന്താ, പോയിന്റ് ലോഡ്സ് ആണ്. പോയിന്റ് ലോഡ്സ് ആയതുകൊണ്ട് സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. ഇക്വേഷൻ നോക്കിയാൽ എക്സ് ആണ് അല്ലേ. സോ ഒരു സ്ട്രേറ്റ് ലൈൻ വെച്ച് നമ്മൾ ജോയിൻ ചെയ്തു. ഇവിടെ വെച്ച് നമുക്ക് ആക്ച്വലി സ്റ്റോപ്പ് ചെയ്യാം. ഇത് രണ്ടും തമ്മിൽ ജോയിൻ ചെയ്താൽ മതി ഒരു പാരാബോളിക് കർവ് വെച്ച്. കാരണം ഈ വാല്യൂ നമുക്കറിയാം, ഈ വാല്യൂ നമുക്കറിയാം അല്ലെ. ഇന്റെ ബിയിലെ വാല്യൂ അറിയാം, നമുക്ക് ജോയിൻ ചെയ്താൽ മതി. നമുക്ക് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നുകൂടെ സെക്ഷൻ ബി ഇ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്നു. സെക്ഷൻ ബി ഇ എടുത്തു കഴിഞ്ഞാൽ ബെൻഡിങ് മൊമെന്റ് എന്തായിരിക്കും? ദർ ഇസ് യുവർ 2 ഇൻറ്റു എക്സ്, പിന്നെ 13.8 ഇൻറ്റു എക്സ് മൈനസ് 2.4, പിന്നെ 3 ഇൻറ്റു x², ദാറ്റ് ഈസ് എക്സ് മൈനസ് 2.4² 2. സോ ഇങ്ങനെ ഒരു 3 ഫോഴ്സ് ഉണ്ടാവും. സോ 2x ഈ ഡയറക്ഷൻ, 2x എന്ന് പറഞ്ഞാൽ ഏതാ ഡയറക്ഷൻ? ക്ലോക്ക് വൈസ്. 13.8 എന്ന് പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ്. നൗ 3 ഇൻറ്റു എക്സ് മൈനസ് 2.4² എന്ന് പറഞ്ഞാൽ അഗൈൻ ദാറ്റ് ഈസ് what is that? It is clockwise. So നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ you will get the answer as x is equal to 2.4. 2 into 2.4 കിട്ടും. കാരണം ഈ ഒരു വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു സെക്ഷനിൽ ഇവിടെ നോക്കിക്കേ, ഇവിടെ പോസിറ്റീവ് വാല്യൂ ആണ്, ഇവിടെ നെഗറ്റീവ് വാല്യൂ ആണ്. ഇവിടെ 9.54 പോസിറ്റീവ് ആണ്, 4.8 നെഗറ്റീവ് ആണ്. സോ ഈ ഒരു സ്പാനിൽ, ഓവർ ഹാങ്ങിന്റെ തൊട്ടിപ്പുറത്തെ സ്പാനിൽ അത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് മാറുന്നുണ്ട് അല്ലെ. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് മാറുന്നുണ്ട്. ഈ 4.8 ഹോഗിങ് ആണ്. ആൻഡ് അറ്റ് എക്സ് ഈസ് ഇക്വൽ ടു 3.9 9.54 കിട്ടും. അത് സാഗിങ് ആണ്. സോ ഹോഗിങ്ങിൽ നിന്ന് സാഗിങ്ങിലോട്ട് മാറുന്നുണ്ട്. സോ ഇന്റെയും ബിന്റെ ഇടയ്ക്കായിരിക്കും പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ. എപ്പോഴും ഓർത്തിരിക്കുക, ഓവർ ഹാങ്ങിങ് ആണെങ്കിൽ ബെൻഡിങ് മൊമെന്റിൽ ഇങ്ങനെ ഒരു ചാട്ടം ഉണ്ടാവും. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ട് ഒരു ചാട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഫോഴ്സിന്റെ ഡയറക്ഷൻ വെച്ചാട്ടോ. ഈ ഓവർ ഹാങ്ങിലെ ഫോഴ്സ് താഴോട്ടാണെങ്കിൽ ഇങ്ങനെ സാഗിങ്ങിൽ നിന്ന് ഹോഗിങ്ങിലോട്ടൊരു ചാട്ടം ഇവിടെ ഉണ്ടാവും. ആൻഡ് യു ക്യാൻ ജോയിൻ ദിസ്. ഇനി ജോയിൻ ചെയ്യേണ്ടത് യു ഡി എൽ ആണ്. യു ഡി എൽ ആയതുകൊണ്ട് നമ്മളൊരു പാരാബോള വെച്ച് ജോയിൻ ചെയ്യുന്നു. സോ ദിസ് ഈസ് യുവർ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം. സോ ഷിയർ ഫോഴ്സ് ഡയഗ്രം വരച്ചു, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം നമ്മൾ വരച്ചു. നേരത്തെ പോലെ നമ്മൾ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ കണ്ടുപിടിക്കണം അല്ലെ. ഇവിടെ ഒരു ചാർട്ട് ഉണ്ട്, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവ് ആകുന്നു, ഹോഗിങ്ങിൽ നിന്ന് സാഗിങ് ആകുന്നു അല്ലെ. ആ പോയിന്റ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ ആദ്യം എവിടെയാണെന്ന് മനസ്സിലാക്കണം. ബിന്റെയും ഇന്റെയും ഇടയ്ക്കാണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ. സോ ആ സെക്ഷനിൽ നമ്മൾ എഴുതിയ ബെൻഡിങ് മൊമെന്റ് ഇക്വേഷൻ നമ്മൾ എടുത്ത് എഴുതുന്നു. സോ ഇതായിരുന്നു നമ്മുടെ ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻ. ഇനി പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷനിലോട്ടാണ് എക്സ് എടുക്കുന്നതെങ്കിൽ ഈ ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ 0 ആയിരിക്കും അല്ലെ. അറ്റ് ദിസ് ഡിസ്റ്റൻസ് ബെൻഡിങ് മൊമെന്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്കറിയാം. സോ ഇത് ഇക്വേറ്റ് ചെയ്താൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. a² + 2ab, സോറി a²
പിന്നെ a1x പ്ലസ് c എന്ന് പറഞ്ഞുള്ള ഫോമിൽ കിട്ടും. അത് b സ്ക്വയർ മൈനസ് 4ac/2a എന്ന് പറഞ്ഞ് നമ്മൾ മാച്ച് ചെയ്യുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സൊല്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നില്ല. സോ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിരിക്കും. ആ ഇക്വേഷന്റെ സൊല്യൂഷൻ x എന്ന് പറഞ്ഞാൽ 2.83 ആയിരിക്കും. അതിന്റെ അർത്ഥം സി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് 2.83 ഡിസ്റ്റൻസിലാണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ ഇവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ കിട്ടി. അടുത്തതാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞത്. ഇവിടെ നിങ്ങൾ എന്തിനാ ചെയ്തതെന്ന് പിന്നെ വിചാരിക്കായിരിക്കും. ജസ്റ്റ് ഇങ്ങനെ അല്ലാത്തൊരു പ്രോബ്ലം വന്നാൽ എങ്ങനെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. സോ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് occurs at the point corresponding to zero shear. നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ 0 വാല്യൂ വരുന്ന, അതായത് പോസിറ്റീവ് ഷിയർ 0 ആവുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. ആ ഷിയർ 0 ആവുന്ന പോയിന്റിൽ ബെൻഡിങ് മൊമെന്റ് യൂഷ്വലി മാക്സിമം ആയിരിക്കും എന്നൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. സോ മാക്സിമം ബെൻഡിങ് മൊമെന്റ് occurs at the point corresponding to zero shear. നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രം. ഇവിടെ നോക്കിക്കേ, ഈ ഡി എന്ന് പറഞ്ഞ സ്പാനിൽ ഈ ഒരു പോയിന്റിൽ ഷിയർ ഫോഴ്സ് 0 ആവുന്നുണ്ട് അല്ലെ. ഈ ഒരു പോയിന്റിൽ ഷിയർ ഫോഴ്സ് 0 ആവുന്നുണ്ട്. സോ ദിസ് പോയിന്റ്, നമ്മൾ ഈ കാണുന്ന പോയിന്റിൽ ഈ ഒരു ഡിസ്റ്റൻസിൽ ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. സോ ഈ ഒരു ബീമിന്റെ ബെൻഡിങ് മൊമെന്റ് മാക്സിമം ആയിരിക്കുന്നത് പോസിറ്റീവ് ഡയറക്ഷനിൽ ഈ ഒരു വാല്യൂലായിരിക്കും. ഈ ബെൻഡിങ് മൊമെന്റ് ഷിയർ ഫോഴ്സ് 0 ആവുന്ന പോയിന്റിലായിരിക്കും. സോ ഷിയർ ഫോഴ്സ് 0 ആവുന്ന പോയിന്റ് ആണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് പോയിന്റ് എന്ന് ഓർത്തിരിക്കുക. ഇനി അതെങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം ഡിന്റെയും ഇന്റെ ഇടയ്ക്കാണ് സീറോ ഷിയർ എക്സിസ്റ്റ് ബിറ്റ്വീൻ ഡിന്റെയും ഇ. സോ ഡിന്റെയും ഇന്റെ ഇടയ്ക്കുള്ള ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം അല്ലെ. ദാറ്റ് ഈസ് 4.68 മൈനസ് 3 നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ട്. സോ ഡിന്റെയും ഇന്റെ ഇടയ്ക്കുള്ള ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം. അതിനെ ഇക്വേറ്റ് ചെയ്താൽ മതി 0 ആയിട്ട്. സോ 4.68 മൈനസ് 3x is equal to 0, x is equal to 1.56. അതായത് ഈ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഒക്കർ ചെയ്യും എന്ന് പറയപ്പെടുന്ന പോയിന്റ് ഈ അറ്റത്ത് നിന്ന് 1.56 മീറ്റർ ഇപ്പുറത്താണ്. സോ ഇവിടത്തെ മൊമെന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ ദാറ്റ് മൊമെന്റ് വിൽ ബി ദ മാക്സിമം ബെൻഡിങ് മൊമെന്റ്. ഓർത്തിരിക്കുക, മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഒക്കേഴ്സ് അറ്റ് ദ പോയിന്റ് കറസ്പോണ്ട്സ് ടു സീറോ ഷിയർ. സോ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ 0 എവിടെയാണോ വരുന്നത് ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബെൻഡിങ് മൊമെന്റ് ആണ് മാക്സിമം വാല്യൂ. കൺഫ്യൂസ്ഡ് ആവരുത്. 0 ഷിയർ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബെൻഡിങ് മൊമെന്റ് വാല്യൂ ആണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ്. ഓക്കെ, അപ്പൊ 0 ഷിയർ ഫോഴ്സ് വരുന്ന സ്ഥലം നമുക്ക് കണ്ടുപിടിക്കണം. 0 ഷിയർ ഫോഴ്സ് വരുന്ന സ്ഥലം എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം ഈ 0 നമ്മൾ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ ചെയ്ത പോലെ ഈ 0 ഷിയർ വരുന്ന പോയിന്റ് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. ഇപ്പൊ ഡിന്റെ ഇന്റെ ഇടയ്ക്കാണ്. സോ അവിടുത്തെ ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ആ ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ എടുത്തു. ആ ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ എടുത്തിട്ട് അത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടും, ഡിസ്റ്റൻസ് കിട്ടും. ഇനി ആ എക്സ് വെച്ചിട്ട് നമ്മൾ ആ പോയിന്റിൽ ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? മാക്സിമം ബെൻഡിങ് മൊമെന്റ് കിട്ടും. സോ ബെൻഡിങ് മൊമെന്റ് ഡിസ്റ്റൻസ് എക്സ് ഫ്രം എ ആൻഡ് ബി, ഡിന്റെ ഇന്റെ ഇടയ്ക്ക് ആയതുകൊണ്ട് ആ ഇക്വേഷൻ നമ്മൾ എടുത്തു. അവിടെ എക്സിന് പകരം 1.56, അതായത് നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ച വാല്യൂ 0 ഷിയർ ഒക്കർ ചെയ്യുന്ന വാല്യൂ, മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് ഈസ് ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ ടു 1.56. then you will get maximum positive bending moment is 12.66 kilonewton meter. ഇവിടെ ഞാൻ പോസിറ്റീവ് എന്ന് വിളിക്കാൻ കാരണം ഇത് സാഗിങ് മൊമെന്റ് ആണ് അല്ലേ. സോ സാഗിങ് മൊമെന്റിൽ മാക്സിമം പോസിറ്റീവ് വാല്യൂ വരുന്നത് 12.66 ആണ്. ഇവിടെ 12.65 ആണ്. ആക്ച്വലി വലിയ വ്യത്യാസമില്ല, എന്നാലും വ്യത്യാസം വരുന്ന പ്രോബ്ലങ്ങൾ ഉണ്ടാവാം അല്ലെ. ഇതിന്റെ സെന്റർ എന്ന് പറഞ്ഞാൽ 1.5 ആണ്. 1.5 ആണ് സെന്റർ വരിക. സോ സെന്ററിന് കുറച്ച് അപ്പുറത്ത് 1.56ലാണ് ഈ ലോഡിന്റെ 1.56ലാണ് നമുക്ക് എന്ത് വരുന്നത്, കുറച്ച് ഇപ്പുറത്ത്, അതായത് 1.5 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ 1.5ന്റെ കുറച്ച് ഇപ്പുറത്താണ് മാക്സിമം വാല്യൂ വരുന്നത്. ഓൾമോസ്റ്റ് 12.65 തന്നെയാണല്ലേ, വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. പക്ഷെ ഇത് വ്യത്യാസം വരുന്ന പ്രോബ്ലംസ് വരാം. ആ കേസിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കാം, ഇങ്ങനത്തെ ഒരു അനാലിസിസ് ഉപയോഗിക്കാം. അങ്ങനെ ചോദിച്ചാൽ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ ഈ ഒരു പോർഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതേ ഉള്ളൂ. സോ മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ്, ഇതാണ് എനിക്ക് അടുത്ത് പറയാനുള്ള പോയിന്റ്. പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ സാഗിങ് പോർഷനിലെ മൊമെന്റും നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഹോഗിങ് പോർഷനിലെ മൊമെന്റ് ആണ്. സോ രണ്ട് മാക്സിമം ഉണ്ടാവും, ഒന്ന് പോസിറ്റീവ് മാക്സിമം, ഒന്ന് രണ്ട് നെഗറ്റീവ് മാക്സിമം. ഇവിടുത്തെ പോസിറ്റീവ് മാക്സിമം എന്ന് പറഞ്ഞാൽ 12.66 ആണ്. നെഗറ്റീവ് മാക്സിമം എന്ന് പറഞ്ഞാൽ 4.8 കിലോന്യൂട്ടൺ മീറ്റർ ആണ്. സോ ഇത് ഓർത്തിരിക്കുക. സോ എപ്പോഴെങ്കിലും ഷിയർ ഫോഴ്സ് ക്രോസ് ചെയ്താൽ, ഷിയർ ഫോഴ്സിന് 0 വാല്യൂ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ വന്നു കഴിഞ്ഞാൽ ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരാം. സോ അത് നിങ്ങൾക്ക് ഈ മെത്തേഡ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രോബ്ലംസ് വന്നാൽ ശ്രദ്ധിക്കുക. ബൈ ദിസ് വി എൻഡ്
our first portion of third module. That is the major portion, which is shear force diagram and bending moment diagram. So maximum problems എടുത്ത് maximum solve ചെയ്ത് നോക്കുക. സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ ചോദിക്കുക. We will wind up this session now. Bye.